ഈ ജാതിക്കായും ജാതിപത്രിയും ഇതൊക്കെ എന്തിനാ ശരിക്കും നമുക്കിത് യൂസ് ചെയ്യുന്നത്? ജാതി ശരിക്കും ആയുർവേദത്തിൽ പറയുന്ന ഫീമെയിൽ വയാഗ്ര എന്നാണ് ജാതി അറിയപ്പെടുന്നത്. ഹോർമോണൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ജാതി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, കോസ്മെറ്റിക് പ്രൊഡക്ട്സിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പല പത്രി ആണെങ്കിലും ഏത് മരത്തിന്റെ പത്രി നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ അറിയാം. ഷേപ്പ് ഉള്ള ഫ്ലവർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ഒരു എക്സ്പോർട്ട് പർപ്പസിലേക്ക് പോകും. 47 മരങ്ങളിൽ നിന്ന് ഏതാണ്ട് എനിക്കൊരു 3.5 ലക്ഷം രൂപയുടെ കാ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഞാൻ പഠിച്ചത് BSc അഗ്രികൾച്ചർ ആയിരുന്നു, പഞ്ചാബിലെ ഗുരുകാശി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. വല്യപ്പൻ ആയിരുന്നു ആദ്യത്തെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുകയാണെങ്കിൽ. BSc അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് ഞാൻ പാമ്പാടുമാർ ഏലം ഗവേഷണ കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഫാം ഓഫീസറായിട്ട്. ഈ പ്ലോട്ട് മൊത്തത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ട്രയലാണ്. ഇത് ഏകദേശം ഒരു 35ഓളം വെറൈറ്റികൾ ഈ പ്ലോട്ടിൽ നമ്മൾ 35ഓളം വെറൈറ്റി ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ ആണ് ഇതിനകത്ത് ഏത് കൃഷിയുടെ ആണെങ്കിലും നമ്മുടെ മാർക്കറ്റ് തീരുമാനിക്കുന്ന ഒരു ഘടകം. ഇന്നുള്ള കൃഷിക്കാരിൽ ഒരു നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 70% 40 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും. അപ്പൊ എന്ന് വെച്ചാൽ ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത് കയറി പറിക്കുക പരിപാടി എല്ലാം ഭയങ്കര പാടായിരിക്കും. പണി നേരെ ചെയ്യുന്നതിന് ഉറപ്പായിട്ടും ഈ സാധനം ലാഭമായിരിക്കും. നമ്മൾ കറക്റ്റ് മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ടുള്ള കൃഷിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പ്രോഫിറ്റ് കിട്ടും. ഇത് നമുക്ക് ഏകദേശം ഒരു 30,000-35,000 ലിറ്റർ വെള്ളം. അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ നമ്മൾ മോട്ടോർ വെച്ച് മുകളിലോട്ട് കയറ്റുക എന്നുള്ള കുന്നും പ്രദേശമൊക്കെ നമ്മൾ ആൾക്കാർ വിറ്റ് ഉപേക്ഷിച്ച് പോവുക. അപ്പൊ ഇതുപോലെ സ്ഥലത്ത് തോമസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കുന്നും പ്രദേശത്താണ് ഞാൻ നോക്കിയിട്ട് കൃഷിയെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിപ്പോ പടിഞ്ഞാറൻ ചായ സ്ഥലം വരുന്നത്. അപ്പൊ വെച്ചാൽ ഇവിടെ വെയിലേറ് കൂടുതൽ കിട്ടും. ഭാവിയിൽ ഈ മരങ്ങൾ വളർന്നു കഴിയുമ്പോഴത്തേക്കും ടൂറിസത്തിന് ഭയങ്കരമായിട്ടും സ്കോപ്പുള്ള ഒരു മേഖലയും കൂടെയാണ്. നമ്മളപ്പോ ഒരു ഫാം ടൂറിസം പോയൊരു സെറ്റപ്പിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മള് നഴ്സറി ബഡ് ചെയ്ത് നിർത്തി ഇത്ര ഈ ചെറിയ കൂട്ടിൽ നിന്നിട്ട് ഇതിൽ ഇത്ര നല്ലൊരു ഗ്രോത്ത് കിട്ടാൻ നിങ്ങൾ എന്താ ഇപ്പം അതിന് വളം കാര്യങ്ങൾ എന്താ ചെയ്ത് കൊടുക്കുക? ഇങ്ങനെ ഒരു ജാതി നിങ്ങൾക്ക് ഇപ്പൊ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ ഇപ്പൊ എന്ത് പൈസ ആവും? 4,000 രൂപ 5,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് അതിന്റെ വില വരുന്നത്. ഇപ്പൊ ഇതിന്റെ ഫ്ലവറിങ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ അടിയാണ് വരാം. അതിന്റെ അടി നമുക്ക് പെൺമരം നിൽക്കുന്നത്. ഞാൻ അതിന് ടാഗ് ഇടും, മെയിലിൽ നമ്മൾ എഴുതിയിടും. അതിന്റെ ഇത്തേ ബഡ് ചെയ്യും. നമ്മളെ കുരുമുളക് ഏതൊക്കെയാണോ ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? പന്നിയൂർ വണ്ണ്, കരിമുണ്ട, നീലമുണ്ടി, മലമുണ്ടി എന്ന് പറഞ്ഞ റേറ്റ് ഉണ്ട്. പന്നിയൂർ 9 ചെയ്യുന്നുണ്ട്, 10 ചെയ്യുന്നുണ്ട്, അഗ്ലി ചെയ്യുന്നുണ്ട്. ജാതിയുടെ ഈൽഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും സ്റ്റെബിലിറ്റി ഒരു വലിയ ഫാക്ടറാണ്. എല്ലാ വർഷവും നമുക്ക് കാ വേണം. ജാതിയുടെ ഇനി വരും കാല ഭാവി എങ്ങനെയായിരിക്കും? അതിന്റെ വരുമാനം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്? എൻ്റെ പേര് തോമസ് മ്ലാക്കുഴി. ഞാൻ ഇടുക്കി ജില്ലയിലെ മങ്കുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്ന കൃഷികൾ മെയിനായിട്ടും വരുന്നത് ജാതി കൃഷിയാണ്. എനിക്ക് വയസ്സ് 24 എന്നാലും നമ്മളൊരു 10 വയസ്സ് തൊട്ട് നമ്മൾ കൃഷിയിൽ മെയിൻലി ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. തോമസ് നമസ്കാരം. നമസ്കാരം. നമ്മളിവിടെ തോമസ് കൂടുതലായിട്ടും ജാതി ചെയ്തേക്കുന്നത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കുറച്ച് കൊമേഴ്ഷ്യലി ഈൽഡ് കിട്ടുന്ന കുറച്ച് ലോക്കൽ വെറൈറ്റീസ് ആണ്. അത് ഒരു 15 കിലോമീറ്ററിനുള്ളിൽ നല്ല പ്രൊഡക്ഷൻ കിട്ടുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ 2 നാടൻ വെറൈറ്റികളും കൂടെ ഉണ്ട്. അതന്നെ നമ്മൾ നമ്മുടെ ഈ 15 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നിർത്താൻ ഒരു കാരണം വേറെ പുറത്തുനിന്നുള്ള സാധനങ്ങളോ മേടിക്കാതെ അത് നമ്മൾ കൊമേഴ്ഷ്യൽ സ്കെയിലിൽ ബാക്കിയുള്ളതിന്റെ റിസൾട്ട് ഇവിടെ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു ട്രയൽ പർപ്പസിൽ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ നമുക്കൊരു കൊമേഴ്ഷ്യൽ ഈൽഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒട്ടും കാലാവസ്ഥ മാറാതെ, കാര്യം ഈ 15 കിലോമീറ്ററിന് മണ്ണിന്റെ ഘടനയൊന്നും അധികം മാറില്ല. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഈൽഡ് നല്ലപോലെ കിട്ടും, പെട്ടെന്ന് ഒരു വരുമാനത്തിലേക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ഒരു ശരാശരി ഒരു മരത്തിൽ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഈ മരത്തിൽ നിന്നൊക്കെ നമ്മൾ എന്തേലും പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെ പ്രതീക്ഷിക്കുന്നത്? അതായത് ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു മരത്തിന്റെ പർട്ടിക്കുലർ ഈൽഡായിട്ട് എടുത്തിട്ടില്ല. എനിക്കിപ്പോ ഏതാണ്ട് ഇതെല്ലാം ഒരു 15 വർഷത്തെ താഴെ പ്രായമായിട്ടുള്ളൂ, 12-13 വർഷമായിട്ടുള്ളൂ. ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു ക്രോപ്പിംഗ് സീസണിൽ ഏകദേശം ഒരു 47-50 മരങ്ങൾക്ക് അടുത്ത് കായ്ച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് ഒരു 3.5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഡ്രോബാക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള വെറൈറ്റികളുടെ പത്രി എന്ന് പറയുന്നത് മാക്സിമം ഒരു 3 ഗ്രാമേ നമുക്ക് വരുന്നുള്ളൂ. നല്ല വെറൈറ്റികളാണെങ്കിലും 3 ഗ്രാം 4 ഗ്രാം വരെയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ കുറച്ചും കൂടെ സ്റ്റേബിലൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അതായത് കുറച്ചും കൂടെ പത്രി ഫോക്കസ് ആയിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ അത് 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ വരും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന വെറൈറ്റികൾ പുതിയ പ്ലാന്റേഷനായിട്ട് ചെയ്യുന്നത് അങ്ങനത്തെ വെറൈറ്റികളാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തം തോട്ടത്തിൽ തന്നെയുള്ള ഏറ്റവും നല്ലതിനെ നമ്മളിപ്പോൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. നോക്കി കണ്ടുപിടിക്കുന്നത്. പിന്നെ ലോക്കൽ വെറൈറ്റികളിൽ
അറിയപ്പെടാത്ത കുറെ ലോക്കൽ വെറൈറ്റികളുണ്ട്. അറിയപ്പെടാത്ത ഒത്തിരി ലോക്കൽ വെറൈറ്റി ഉണ്ട്. അപ്പൊ ഈ അറിയപ്പെടാത്ത ലോക്കൽ വെറൈറ്റികൾ നല്ല ഈൽഡ് കിട്ടുന്ന ഒരു 6 ഗ്രാം 7 ഗ്രാം വരെയൊക്കെ പത്രിക ഉണങ്ങി കിട്ടുന്ന സാധനങ്ങൾ. എത്ര ഗ്രാം കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞേ? 6 ഗ്രാം 7 ഗ്രാം വരെയൊക്കെ ഡ്രൈ റിക്കവറി കിട്ടുന്നുണ്ട്. ഓഹോ. അപ്പൊ അത് നമ്മൾ നോക്കി അതിനെ നമ്മൾ കയറ്റിക്കൊണ്ട് വരിക. ആമാ. ജാതിയുടെ ഇനി വരും കാല ഭാവി എങ്ങനെയായിരിക്കും? അതിന്റെ വരുമാനം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്? ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ ആണ് ഇതിനകത്ത് ഏത് കൃഷിയുടെ ആണെങ്കിലും നമ്മുടെ മാർക്കറ്റ് തീരുമാനിക്കുന്ന ഒരു ഘടകം. ഇന്നുള്ള കൃഷിക്കാരിൽ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ 70% 40 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും. അപ്പൊ എന്ന് വെച്ചാൽ ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത് കയറി പറിക്കുക പരിപാടി എല്ലാം ഭയങ്കര പാടായിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ പണി നേരെ ചെയ്യുന്നതിന് ഉറപ്പായിട്ടും ഈ സാധനം ലാഭമായിരിക്കും. പൊതുവെ സ്പൈസസ് മാർക്കറ്റ് നമുക്ക് എപ്പോഴും ആ ഒരു സ്റ്റേബിൾ മാർക്കറ്റ് നമുക്ക് എങ്ങനെ പോയാലും കിട്ടും. ഞാൻ ചോദിക്കുന്നത് തോമസിന്റെ അഭിപ്രായത്തില്, അതായത് ഈ കൃഷിയും കൊണ്ട് മുമ്പോട്ട് പോയാൽ വരും കാലത്ത് ഈ സ്പൈസസിന്റെ കൃഷിയും കൊണ്ട് പോയാൽ നല്ലൊരു ബെനിഫിറ്റ് അത് തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃഷി എന്ന് പറയുന്നത് നമുക്ക് ഏത് കൃഷിയാണെങ്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. നമ്മൾ കറക്റ്റ് മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ടുള്ള കൃഷിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പ്രോഫിറ്റ് കിട്ടും. അതായത് ഈസി ആക്സസ് ആയിരിക്കണം നമ്മൾ ഏത് കൃഷി ചെയ്താലും മാർക്കറ്റിന്. ഇപ്പോൾ നമ്മുടെ ഈ റീജിയനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുരിക്കാശ്ശേരിയിലാണ് ഏറ്റവും കൂടുതൽ ജാതിക്കയ്ക്ക് വില കിട്ടുന്ന ഒരു മാർക്കറ്റ്, ഹൈ റേഞ്ചിൽ. അതിപ്പോൾ നമുക്കൊരു 3 കിലോമീറ്ററേ ഉള്ളൂ. അതേപോലെ തന്നെ കൊക്കോ നമ്മുടെ മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ വെറ്റ് ബീൻസിന് വില തരുന്ന ഒരു മാർക്കറ്റ്. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ഒരു 90 രൂപ കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ സാധനം ഒരു 130 രൂപ 140 രൂപ കിട്ടിക്കൊണ്ട്. അതിനൊരു കാരണം അത് നമ്മുടെ ഒരു ജോഗ്രഫിക്കൽ ആസ്പെക്ട് ആണ്. അപ്പൊ അത് എന്തെങ്കിലും നമ്മുടെ കാകൾക്ക് എന്തെങ്കിലും പ്രത്യേകത? അതിന് ഡ്രൈ റിക്കവറി കൂടുതലായിരിക്കും. ഇപ്പൊ മറ്റു പ്രദേശങ്ങളിൽ 3-1 ഡ്രൈ റിക്കവറി കിട്ടുമ്പോൾ നമുക്ക് ഒന്നൊക്കെ ഡ്രൈ റിക്കവറി കിട്ടും വേനൽക്കാലത്ത്. നമ്മുടെ ബീൻസ് ഉണങ്ങി കഴിയുമ്പോൾ ഒട്ടും ചുളുങ്ങി പോവില്ല. ഫ്ലാറ്റ് ബീൻസിന്റെ അളവ് കുറവാണ്. അങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഇവിടുത്തെ കൊക്കോയ്ക്ക് ഈൽഡ് കൂടുതൽ കിട്ടുന്നതിന്റെ റേറ്റ് കൂടുതൽ കിട്ടുന്നതിന്റെ ഒക്കെ ഒരു ഫാക്ടർ. ഇതിപ്പം ഞാൻ കഴിയട്ടെ, ഞാൻ തോമസിന്റെ അഭിപ്രായത്തിൽ ഇതിപ്പം എല്ലാവരും ഇപ്പം പുതിയ കൃഷി ഇറങ്ങുന്നവരൊക്കെ ഉണ്ടല്ലോ, യൂട്യൂബ് കണ്ട് അതിൻ്റെ അകത്ത് നല്ല കുറച്ച് വെറൈറ്റി കണ്ട് കുറച്ച് നല്ല സാധനങ്ങൾ കണ്ട് അതാണല്ലോ വെച്ച് പോകുന്നത്. പക്ഷെ തോമസ് ആ സ്വന്തം പറമ്പിൽ തന്നെ നല്ല സാധനങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ചെയ്യുന്നു. അല്ല, പുറത്തുള്ളതിനെ അങ്ങനെ ഒത്തിരി കാണുന്നില്ലല്ലോ. ഞാൻ അത് ട്രയൽ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ട്രയൽ കൊമേഴ്ഷ്യൽ സ്കെയിലേക്ക് നമ്മൾ ഒറ്റ വെറൈറ്റി തന്നെയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈൽഡ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ലോസ് ആവും. കാര്യം ജാതിയുടെ ഒരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 6 കൊല്ലം 7 കൊല്ലം ആയി കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു ഈൽഡിങ് എങ്ങനെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയും വർഷം നമ്മൾ ഈ പണിയുന്നത് ചിലപ്പോൾ ഒരു സമയം കൊണ്ട് വെറുതെ ആയിപ്പോ. നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണുന്ന സാധനം കൊമേഴ്ഷ്യൽ സ്കെയിൽ ചെയ്യുമ്പോൾ ഞാൻ ഈ വീഡിയോ കൂടെ കാണുന്ന ട്രയൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ ട്രയൽ റൺ ആയിട്ട് കുറച്ച് നമ്മൾ 6 കൊല്ലം തന്നെ വളർത്തും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഈൽഡ് എങ്ങനെയുണ്ടെന്ന് ഞാൻ അനാലിസിസ് ചെയ്തിട്ട് ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നവർക്കാണെങ്കിലും ആ സാധനം തന്നെ റെക്കമെൻഡ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പൊ എന്റെ പ്ലാന്റേഷനിലേക്കാണെങ്കിലും അതേപോലെ റെക്കമെൻഡ് ചെയ്യും. ഞാൻ ഒരു നഴ്സറി സ്കെയിലിൽ അതിനെ വളർത്തിക്കൊണ്ട് വന്ന് ഒരു അത്യാവശ്യം ഒരു 6 അടി പൊക്കമൊക്കെ ആയിക്കണ്ട് ഫീൽഡിലേക്ക് വിടുകയുള്ളൂ. ഇതിപ്പോ നമ്മൾക്ക് ഈ പത്രി, ഇതിപ്പോ എന്ത് പത്രി, ഞങ്ങൾ എന്റെ കണ്ടില്ല എന്ത് പത്രിയാണെങ്കിലും പത്രി കാലം കൂടുതൽ കിട്ടിയാൽ മതി. അപ്പൊ അതിന് കുറച്ച് റേറ്റ് കൂടുതൽ കിട്ടും. അത് കുറച്ച് ക്വാളിറ്റി ഉള്ള പത്രിയാണെന്ന് എന്റെ വിചാരം. തോമസ് പറഞ്ഞ അങ്ങനെയല്ല എന്ന് പറഞ്ഞത്. അതായത് പത്രിയുടെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ കനം കൂടുതലുണ്ടെങ്കിലും ഷേപ്പ് റീറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സാധാ നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലവറിന്റെ വില കിട്ടുള്ളൂ. ആ സമയത്ത് നമുക്ക് ഷേപ്പ് റീറ്റെയിൻ ചെയ്ത് ഇപ്പൊ ഉണ്ട ഷേപ്പിൽ അതിന് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ വില പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേതിനേക്കാളും ഒരു 100 രൂപ 150 രൂപ കൂടുതൽ കിട്ടും. കനവല്ല, അപ്പൊ ഷേപ്പിന് ഒരു വലിയൊരു ഘടകം തന്നെ. അതെ, ഷേപ്പ് ഒരു വലിയ ഫാക്ടറാണ്. ഷേപ്പ് നോക്കി വേണം നമ്മളിതിപ്പം അത്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ കൃഷി ചെയ്യുന്നത്. അതെ, ഷേപ്പ് നോക്കിയുള്ള ഫ്ലവറുകളാണ് ഇപ്പൊ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് എല്ലാം ഏകദേശം ഒരു 15 കൊല്ലത്തെ നിൽക്കുന്നത്. അതെ, ഓൾമോസ്റ്റ് ഇതിന്റെ ഈ പ്രൊഡക്റ്റീവ് ഏജിൽ എത്തിക്കുന്ന ഒരു ആ ഒരു ഏജിലുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അല്ലാതെ നമുക്ക് വേറെ ജുനൈൽ പ്ലാന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര മരം ഇത് കൂട്ട് തന്നെ ഉണ്ട്? ഇപ്പൊ ഈ ഒരു വെറൈറ്റി എനിക്ക് ഏകദേശം ഒരു 50-60 മരത്തിനടുത്ത് ഈ ഒരു വെറൈറ്റി തന്നെയുണ്ട്. ഒരെണ്ണം തന്നെ. അതിന്റെ പേരെന്നാ പറയുന്നത്? ഇത് ചെല്ലിയാമ്പാറ ജാതി എന്ന് പറയും. ഇത് നമ്മൾ ഒത്തിരി വീഡിയോക്ക് അതൊന്നും കാണാത്ത ഐറ്റം. അതെ. ഇത് ഈ ചെല്ലിയാമ്പാറ എന്ന് പറഞ്ഞ സൈഡിൽ ഇത് അത് തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ നല്ല രീതി കായും കാഴ്ചപ്പെടും, നല്ല വലിപ്പം ഉണ്ടല്ലോ. ഇതിന്റെ പ്രത്യേകത എന്താ പറയുന്നത്? നമുക്ക് ഇത് എല്ലാ കൊല്ലം ഒരുപോലെ തന്നെ നമുക്ക് ഇത് കിട്ടും. എല്ലാ കൊല്ലം ഒരേപോലെ കിട്ടും. അതിനകത്തൊരു മേജർ ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരങ്ങളുടെ എല്ലാ അടിമര ആൺമര.
ഇപ്പൊ ഇതിന്റെ ഫ്ലവറിങ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ അടിയാൺമരം, ഇതിന്റെ അടിയാൺമരമാണ്, ഇതിന്റെ അടിയാൺമരമാണ്, അതിന്റെ താഴെ നിൽക്കുന്ന അതായത് അതിന്റെ മുകളിലാണ് ബഡ് ചെയ്തേക്കുന്നത്. അതിന് മുകളിൽ അങ്ങനെ അത് നമ്മൾ ഫീൽഡ് ബഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്ലസ് പോയിന്റ് അത്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ ഒരു 4 അടി 5 അടി പൊക്കത്തി വെച്ച് നമ്മൾ ബഡ് ചെയ്യും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫ്ലവറിങ് ഉള്ളതുകൊണ്ട് എപ്പോ നമുക്ക് ഇത് പെൺമരത്തേല് ഫ്ലവർ വന്നാലും നമുക്ക് അപ്പൊ തന്നെ പോളിനേഷൻ നടന്ന് നമുക്ക്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കാം, അപ്പൊ ഒരു മരത്തിൽ തന്നെ എല്ലാ മരത്തിലും അതുപോലെ തന്നെ ആണും പെണ്ണും ഉണ്ടോ? ഇല്ല, അതിപ്പോ നമ്മുടെ ഈ നാടൻ ജാതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏകദേശം ഒരു 60% നമുക്ക് ആൺജാതി ആവുള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഫീൽഡ് ബഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് പ്ലസ് പോയിന്റുകളാണ്. അപ്പൊ ആ മരം നമ്മൾ അതേപോലെ ഫീൽഡ് ബഡ് ചെയ്താ, പക്ഷെ അതിന്റെ അടി നമുക്ക് പെൺമരം നിൽക്കുന്നത്. ഈ ചെല്ലിയാമ്പാറ ജാതിക്ക് ഇതിന്റെ എങ്ങനെയുണ്ട് തൂക്കവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ടത്? ചെല്ലിയാമ്പാറ ജാതി കുറച്ചുകൂടെ കാ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അതിന്റെ പത്രി അത്ര വരില്ല. പത്രി നമുക്കൊരു 2.5 ഗ്രാം, ഹൈ റേഞ്ചിന്റെ ഒരു പത്രി ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ അതൊരു ആവറേജിൽ നിൽക്കുന്ന മരമാണ്. ആ സമയത്ത് അതിന്റെ കാ വരുമ്പോഴത്തേക്കും നമുക്കൊരു 65 കായ്ക്ക് 1 കിലോ കാ കിട്ടും. 65-70 കായ്ക്ക് 1 കിലോ കാ കിട്ടും. എല്ലാ വർഷം ഏകദേശം ഒരുപോലെ തന്നെയാണോ നമുക്ക്? ഏതാണ്ട് ഈ ഒരു കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതിനകത്ത് നിന്ന് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടൊരു കായാണ്. എന്നാലും ചെറിയൊരു പ്രൊഡക്ഷനിൽ ഇത് വരുമെന്നുള്ളൂ. എന്നാലും നമുക്കൊരു 80% മീറ്റപ്പ് ചെയ്ത് എല്ലാ വർഷവും ഒരേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതും നമുക്കൊരു 15 കൊല്ലം ആയതാണോ? അല്ലല്ല, ഇതിപ്പോ നമ്മളൊരു ബഡ് ചെയ്തിട്ട് ഒരു 4 വർഷം 5 വർഷം ആകുന്നേ ഉള്ളൂ ബഡ് ചെയ്തിട്ട്. 4 വർഷം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് ഇല്ല. അത് നമ്മൾ ഈ ഫീൽഡ് ബഡ് ചെയ്യുന്നത് അത്രയും വേരുകളൊക്കെ. അതെ, കാര്യം ഇതിന്റെ എന്ന് വെച്ചാൽ ഇതിന്റെ റൂട്ട് സോൺ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ആയി. അപ്പൊ വളം എടുക്കുന്ന കൂടും. അപ്പൊ പെട്ടെന്ന് നമ്മൾ ബഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി പോരും. അപ്പൊ ഞാൻ ഈ ഫീൽഡ് ബഡ് ചെയ്യാൻ നമ്മുടെ ബേസിക് നമ്മൾ വരുന്ന അടി വെച്ചേക്കുന്ന തൈ ഉണ്ടല്ലോ, അത് എത്ര കൊല്ലം പഴക്കം ചെന്ന് കഴിയുമ്പോൾ നമ്മളത് ചെയ്യുന്നത്? അത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിരിക്കും. ഇപ്പൊ നമുക്ക് ആ സാധനത്തിന് ഒരു 3 തട്ട് പ്രായമാവുന്ന ഈ ഒരു പ്രായം തൊട്ട് നമുക്ക് ബഡ് ചെയ്യാം. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മെയിൻ്റെനൻസ് ഭയങ്കര പാടാണ്. അപ്പൊ ഈ മരങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ കയറി നടക്കാനും കാര്യങ്ങളൊക്കെ കാവർക്കാനൊക്കെ എളുപ്പമാണ്. ഇതിന്റെ ഈ ഇത്രയും ഹൈറ്റിൽ നമ്മൾ ചെയ്തേക്കുന്നതുകൊണ്ട്. അപ്പൊ ഞാൻ നോർമലി പ്രിഫർ ചെയ്യുന്ന വെച്ചാൽ ഒരു 4 അടി ആയി കഴിഞ്ഞിട്ട് 4 അടി പൊക്കത്തിൽ, അതായത് തൈക്കൊരു 5 അടി 6 അടി ഹൈറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു 4 അടി മുകളിൽ വെച്ച് ബഡ് ചെയ്യും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയിലെ ഒരു സെറ്റ് ഏറെ മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം നമുക്ക് വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ടും ക്ലിയർ ആയിട്ട് എടുക്കും. ഇതിന്റെ എല്ലാം നമ്മൾ ഈ കാണുന്ന ജാതിയുടെ എല്ലാം, അതായത് അടി നമ്മൾ നല്ലപോലെ കുറച്ച് ക്ലിയർ ആയിട്ടാണല്ലോ കിടക്കുന്നത്. അടി അടിഞ്ഞു കിടക്കാതെ നമുക്ക് ഈ കാ വറക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇത് ഞാൻ പറഞ്ഞ പോലെ റൂട്ട് സ്റ്റോക്ക് നമുക്ക് ഇതായിട്ട് പെൺമരമായിട്ട് കിട്ടിയൊരു ഐറ്റം ആണ്. അപ്പൊ ഇതിനകത്ത് 50-50 ചാൻസ് ആണ്. റൂട്ട് സ്റ്റോക്ക് ചിലപ്പോൾ ആണായിട്ട് കിട്ടും. അപ്പൊ ഇത് ഇതിന്റെ റൂട്ട് സ്റ്റോക്കിലെ കായാണ്. ഇത് അല്ല നമ്മൾ ബഡ് ചെയ്തേക്കുന്ന അത് നമ്മൾ ഇത്ര വ്യത്യാസം കാണുന്നുണ്ട്. ഇതിപ്പം റൂട്ട് സ്റ്റോക്ക് അല്ലേ? ചെറുത് ആദ്യത്തെ ഒരു ഈൽഡിങ് കഴിഞ്ഞാണ്, ഫസ്റ്റ് ക്രോപ്പ് തീർന്നാണ്. അപ്പൊ ഇനിയിപ്പോ കാ ചെറുതായിക്കൊണ്ടിരിക്കും. സെക്കൻഡ് ക്രോപ്പ് വരുമ്പോഴത്തേക്കും കാ ചെറുതായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിനൊട്ടും വെള്ളക്കായ ഉണ്ടാവില്ല. ഇതിന്റെ കായ്ക്ക് ഇതിന്റെ കായ്ക്ക് ഒട്ടും വെള്ളക്കായ ഉണ്ടാവില്ല. ഫുള്ള് കറുപ്പായിരിക്കും. ഫുള്ള് കറുപ്പാണ്. പിന്നെ പരിപ്പ് നല്ല പരിപ്പാണ്. അത് ഈ ഹൈ റേഞ്ചിന്റെ ഒരു ടെറൈന്റെ പ്രത്യേകതയാണ് നമുക്ക് ഈ പരിപ്പിന് തീർത്ത് ചുളിവില്ലാതെ കിട്ടുന്നത്. പരിപ്പിന് ചുളിവും തന്നെ ചുളിവ് വരും. അതായത് നമ്മൾ ഈ പരിപ്പ് ഇത് ഉണങ്ങി കഴിഞ്ഞ് ഇത് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും അകത്തെ പരിപ്പ് ലോറേഞ്ച് ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിന് പതിയെ ചുളിഞ്ഞു തുടങ്ങും. ഹൈ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു വിഷയം വരില്ല, ചുളിവ് വരികയില്ല. നമുക്ക് ഇതിന്റെ അകത്ത് നല്ലപോലെ സൂര്യപ്രകാശം കിട്ടണം, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് ഈ ജാതിക്ക് നല്ലപോലെ സൂര്യപ്രകാശം വേണം. അതാണ് നമ്മൾ ഈ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതിന്റെ ഒന്നാമത്തെ ഒരു കാര്യം. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു കണക്കുണ്ടോ? അത് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 60% ഷെയ്ഡിലാണ് എല്ലാ ക്രോപ്പുകളും നമ്മൾ പറയുന്നത്. അതിപ്പോ നമ്മളിപ്പോ തോട്ടത്തിൽ നിർത്തുവാണെന്നുണ്ടെങ്കിലും ഈ ഏലത്തിൽ നിർത്തുന്ന പോലെ വലിയ മരങ്ങൾ നിർത്തിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് അരിച്ചിറങ്ങുന്ന വെയില്, ഇതൊക്കെ ഇപ്പൊ നമ്മള് ഈ റീസെന്റ് ബഡ് ചെയ്യിച്ചേക്കുന്ന മരങ്ങളാണ്. ഇത് അവിടുന്ന് ബഡ് ചെയ്തേക്കുന്നു. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ അടിയേരം കളഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കൊരു ഈ ഹൈറ്റില് ഇത് നിൽക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലെ പണികളും കാര്യങ്ങളും എളുപ്പമാണ്. കാ വറക്കാനും എല്ലാം നമുക്ക് എളുപ്പമാണ്. നമ്മളിതെല്ലാം ഒരു തടം പോലെ ഇങ്ങനെ വെട്ടി അങ്ങനെയാണ് ചെയ്യുന്നത്. അതെന്താ അതിന്റെ ഉദ്ദേശം? അതായത് നമുക്ക് വളവിട്ട് കൊടുക്കാനും കാര്യങ്ങൾക്ക് എല്ലാത്തിനും. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ വളവിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ ചെരുവായതുകൊണ്ട് ഇത് ഈ ലെവലിൽ നമ്മൾ നിർത്തിയേക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് നീക്കി പോയിക്കൊണ്ടിരിക്കും. മഴ വളർന്നതിനനുസരിച്ച് ഗ്രാജുവലി നമ്മൾ മണ്ണെടുത്തിട്ട് കൊടുത്ത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യും. അതായത് ചെടിയുടെ ഈ ഇലച്ചാർത്ത് നിൽക്കുന്നതിനനുസരിച്ച് നമ്മൾ തടം വലുതാക്കി കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ഇനി ഇതിപ്പോ ഇങ്ങോട്ട് അരിഞ്ഞെടുക്കേണ്ടി വരും. ഇനി നമ്മൾ എടുത്തിട്ട് അങ്ങോട്ട് മണ്ണിട്ട് കയറ്റിക്കൊണ്ട് വരും. ഇതിന്റെ വേര് ഇവിടം വരെ ഉണ്ട് ആ ഒരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിലും വേരുണ്ടാവും കേട്ടോ. വേര് ഇതിലും പുറത്തോട്ടാണ് പോകുന്നത്.
അത് ജാതിയുടെ പ്രത്യേകതയാണത്. ഏത് മരത്തിന്റെ ആണെങ്കിലും ഈ നമ്മൾ പറഞ്ഞ കേൾക്കുന്ന ഇലച്ചാർത്ത് വരെയുള്ളതല്ലേ പറയുന്നത്. ഇലച്ചാർത്ത് തൊട്ടാണ് ശരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊടിവേരുകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ ഈ തീർത്ത് ഇളംവേരുകളായതുകൊണ്ട് വളം വലിച്ചെടുക്കുന്ന കൂടുതലുണ്ട്. അവിടെ തൊട്ട് അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ജാതിയുടെ വേരങ്ങ് ഓടിക്കൊണ്ടിരിക്കും. നമ്മളൊരു നഴ്സറി ബാഗിൽ നിൽക്കുന്ന പോലെ അല്ലല്ലോ, ഇതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ഇപ്പൊ അതനുസരിച്ച് ഞാൻ പടന്ന് പൊക്കോണ്ടിരിക്കും. ഇത് നമുക്ക് അടുത്ത വരത്തെ കാലമായിട്ട് കയറും ഇതാ. ഇതിപ്പോ നമുക്ക് ഈ തവണ തന്നെ അതിന്റെ ഫ്രൂട്ട് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ ഫ്ലവറിങ് വന്ന് ഡ്രോപ്പ് ആയതാ. അപ്പൊ നമുക്ക് ഏതാണ്ട് ഒരു അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതാവും. അതായത് ഫീൽഡ് ബെഡ് ചെയ്യുമ്പോൾ ഒരു പ്ലസ് പോയിന്റ്. ഇതിപ്പോ എത്ര കൊല്ലം പഴക്കമുള്ള അതിന്റെ റൂട്ട് സ്റ്റോക്ക് നമുക്കൊരു 2 വർഷം പ്രായമുണ്ട്. നമ്മള് 1 വർഷം ആയ തയ്യാ വെച്ചത്. അത് കഴിഞ്ഞ് 1 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബഡ് ചെയ്യിച്ചത്. ആ റൂട്ടൊന്ന് എസ്റ്റാബ്ലിഷ് ആയി. ഇതെന്താ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തേക്കുന്നത്? ഇത് നമ്മുടെ ഒരു ഡാമാണ്. KCBയുടെ കമ്മീഷൻ ചെയ്യാൻ പോകുന്നൊരു ഡാമാണ്, ചിന്നാർ ഡാം എന്ന് പറയും. അപ്പൊ ഇതിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ കിണറുകളിലും എല്ലാം വെള്ളം നമുക്ക് സർപ്ലസ്. കൃഷിയുടെ ആവശ്യത്തിന് നമുക്ക് വെള്ളത്തിന്റെ ഒരു പഞ്ഞം. അതെ, കാര്യം ഇതിങ്ങനെ കയറി നിൽക്കുന്നത് നമ്മുടെ കിണറുകളിലും എപ്പോഴും ഒരു 15 അടി 20 അടിക്ക് മുകളിൽ വെള്ളം ഉണ്ടാവും. അപ്പൊ നമ്മുടെ പറമ്പിലേക്കല്ല ഇപ്പൊ നനയ്ക്കുന്ന നമ്മുടെ ഇതിനകത്തും തന്നെയാണ് നനയ്ക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് വെള്ളം കയറി വരികയല്ല? ഇല്ല, ഇങ്ങോട്ട് അധികം കയറി വരില്ല. കൂടിപ്പോയ ഒരു ഒരടിയും കൂടെ മുകളിലോട്ട് കയറി വരുള്ളൂ. അത് കഴിഞ്ഞ് അങ്ങോട്ട് പിന്നെ ഓപ്പണിംഗ് ആയതുകൊണ്ട് ഓവർഫ്ലോ ചെയ്ത് പോവുള്ളൂ. ഇത് നമ്മുടെ ഒരു തനതനമാണ്, ഒരു നാടൻ ജാതിയാ. അതിന്റെ ഇതിപ്പോ ജാതി നമ്മൾ വെക്കുന്നത് ഒരെണ്ണം തന്നെയല്ല, പല ഇനം വെക്കുന്നുണ്ടല്ലോ. അതിന്റെ ഒരു ഗുണം ഇതിനകത്ത് അതിന്റെ ഒരു കാര്യം വെച്ചാൽ നമുക്ക് സ്റ്റെബിലിറ്റി, ജാതിയുടെ ഈൽഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും സ്റ്റെബിലിറ്റി ഒരു വലിയ ഫാക്ടറാണ്. എല്ലാ വർഷവും നമുക്ക് കാ വേണം. ചില ഇനങ്ങള് ഇപ്പൊ നമ്മളിപ്പോ ഈ വർഷം കായ ഉണ്ടായി, അടുത്ത വർഷം ചിലപ്പോ അതിന് കാ വളരെ മോശമായിരിക്കും. ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഫ്ലവർ ഓറിയന്റഡ് ആയിട്ട് കുറച്ചും കൂടെ നല്ല ഒലിപ്പുള്ള ഫ്ലവർ. വെറൈറ്റി വെക്കുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും ഒരേപോലെ കാ നിൽക്കും, സ്റ്റേബിൾ ആയിട്ടൊരു കായ ഉണ്ടാവും. ഇത് നമുക്ക് ഇങ്ങനെ ഇതേപോലെ നമ്മള് ബഡ് ചെയ്യാൻ വേണ്ടി റൂട്ട് സ്റ്റോക്ക് സെറ്റ് ചെയ്ത് നിർത്തിയിട്ട് ബഡ് പിടിക്കാതെ നിന്ന് പിടിക്കാതെ പോയതാ. അപ്പൊ അങ്ങനെ നിന്ന് നിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോ കായ്ച്ചു. നല്ലൊരു കായുണ്ട്, നല്ല രീതിയിൽ കായുണ്ട്, നല്ല മുഴുത്ത കായാണ്. ഇത് നമുക്കൊരു 60 ഗ്രാം മതി 1 കിലോയ്ക്ക്. ഫ്ലവർ ആണെങ്കിലും നമുക്കൊരു 3 ഗ്രാം. ഇപ്പൊ നമ്മൾ ഈ ആദ്യം കണ്ട ചെല്ലിയാൻ അതിനേക്കാളും ഫ്ലവർ ഇതിന്റെ നല്ലതാണ്. ഇതിന്റെ ഫ്ലവറിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫ്ലവർ നമ്മൾ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഉണങ്ങി കഴിയുമ്പോൾ ആ ഷേപ്പ് റീറ്റേൺ ചെയ്ത് നിൽക്കും. അപ്പൊ അത് ഈ ഷേപ്പ് മാർക്കറ്റിലെ ഒരു വലിയ ഫാക്ടറാണ്. ഇതിന്റെ ഷേപ്പോ? അപ്പൊ ഈ കളർ ഷേപ്പ് എല്ലാം ഫാക്ടറാണ്. ഷേപ്പ് ഉള്ള ഫ്ലവർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ഒരു എക്സ്പോർട്ട് പർപ്പസിലേക്ക് പോകും. മറ്റേ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നമുക്ക് അങ്ങനെ ആകുമ്പോഴത്തേനും ഇതിന് ഡിമാൻഡ് കൂടുതൽ, റേറ്റ് കൂടുതലൊക്കെ നമുക്ക് ഇത് കിട്ടുന്നുണ്ടോ? അപ്പൊ എന്തായിരിക്കും നമുക്ക് ഇപ്പോഴത്തെ മറ്റേ വെച്ച് റേറ്റ് വ്യത്യാസം, എത്ര രൂപയുടെ വ്യത്യാസം നമുക്ക് കാണുമായിരിക്കും? അതായത് ഇതിന്റെ ഒരു നല്ല ഫ്ലവർ എന്ന് പറയുമ്പോൾ നോർമൽ ഇപ്പോൾ ഫ്ലവർ നമുക്കിപ്പോൾ ഒരു 2600 റേഞ്ച് ഇപ്പോൾ 1 കിലോ ഫ്ലവറിന് വരുമെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലവർ. ഇതേപോലെ നമ്മൾ ഈ ഷേപ്പ് റീറ്റേൺ ചെയ്യുന്ന ഫ്ലവറുകളാണെങ്കിൽ 2750, 2800 അതിന് മുകളിലോട്ട് പോകും. ഇതിപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ജാതി നിങ്ങൾ ഇതിപ്പം നമ്മളിങ്ങനെ നല്ല ചെരുവിലല്ലേ ഈ ഭൂമി നിൽക്കുന്നത്, അപ്പം ഇത് നമുക്കിത് പെറുക്കാനും എടുക്കാനും ഒക്കെ നല്ലൊരു പാടുള്ള പരിപാടിയല്ലേ? അപ്പൊ അതെങ്ങനെ അത് കൈകാര്യം ചെയ്ത് നമ്മളത്? നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് 3 ദിവസം കയറി പറിച്ചു പോരും. ഫുള്ള് കയറി പറിക്കുക? ഫുള്ള് കയറി പറിക്കുക, മൊത്തം പറിച്ചു പോരും. നമുക്ക് ഫ്ലവർ ഒട്ടും പോവാതെ ചീഞ്ഞു പോവാതെ കിട്ടും. പിന്നെ നമ്മൾ ഇതിനനുസരിച്ച് മരം വളരുന്നതിനനുസരിച്ച് തടം വലുതായിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാതിയുടെ ചുറ്റും അതായത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ആവും, കാതി ഉരുണ്ട് പോവാതെ അങ്ങനെ ആ ഒരു ലെവലിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് പിന്നെ ആ ഉരുണ്ട് പോകുന്ന ഒരു പ്രശ്നം വരുന്നില്ല, നമ്മുടെ തടത്തിന്റെ അകത്ത് തന്നെ ഇത് കിടക്കുക. ജാതിയുടെ ഒരു കറക്റ്റ് സൈസിലേക്കായാണ് ഇത് റൂട്ട് സ്റ്റോക്കെ കഴിച്ചേക്കുന്നത്. ഇതൊരു നാടൻ മരം അല്ലേ? ഇതാ അല്ല, ഇതിന്റെ അടി നാടൻ മരം. ഇത് ഇതിന്റെ ബഡ് യൂണിയൻ. ഇവിടെ വെച്ച് നമ്മൾ ബഡ് ചെയ്തേക്കാം. അപ്പൊ ഇതിപ്പോഴാണ് നമുക്ക് ഈൽഡിലേക്ക് വന്നത്. ഇതിന്റെ റൂട്ട് സ്റ്റോക്ക് നമുക്ക് ഈൽഡിലേക്ക് വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഞാൻ നോക്കിയപ്പോ വലിയ കുഴപ്പമില്ലാത്ത കായുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഇതിന്റെ ഇവിടുന്ന് നമ്മൾ ഒരെണ്ണം റൂട്ട് സ്റ്റോക്കിന്റെ അവിടുന്ന് 2 കമ്പ് വിട്ടിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബഡ് ചെയ്യാൻ വേണ്ടി അതിനിപ്പോ നമ്മള് ഇത് നമ്മൾ ഇനിയും മുറിക്കും. ഇതിന്റെ മുകളിലത്തെ കാര്യം മുകളിൽ നല്ല ഈൽഡ് ഉണ്ടെങ്കിലും നമ്മൾ മുറിക്കും, കാര്യം ഇതൊരു പുതിയ വെറൈറ്റി ആണല്ലോ. അപ്പൊ കൂടുതൽ ബഡ് കിട്ടാൻ വേണ്ടി നമ്മൾ മുറിക്കുക. അതായത് ഇതിപ്പോ ഒരു നാടൻ മരമായി, ഇതിന്റെ അടിയിൽ എന്ന് പറയുന്നത് നാടൻ മരമാണ്. അപ്പൊ അതിന്റെ കാവില് കുഴപ്പമില്ല, നല്ല പത്രിയാണ്. ഞാൻ ആ തന്ന പത്രിക്കകത്ത് ഈ പത്രി ഈ പത്രികളുണ്ടോ? അപ്പൊ ഇത് ഇത്ര നല്ല പത്രിയായിട്ട് നിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ചുമ്മാ രസം ചോദിക്കുന്നത്, നിങ്ങൾക്ക് പല പത്രി ആണെങ്കിലും ഏത് മരത്തിന്റെ പത്രി നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ അറിയാം? അത് കണ്ടാൽ തിരിച്ചറിയാം. ഞങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം ഒരുപാട് തോന്നും, പക്ഷെ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. കാരണം നമ്മൾ ഇതിന്റെ പുറകെ ഇത് എന്നും നടക്കുന്നതുകൊണ്ട്
ഇപ്പൊ ഞാനിപ്പോ ഒരു ഫുൾ ടൈമറായിട്ട് നിൽക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഒരു 2020 തൊട്ട് ഞാൻ ഫുൾ ടൈമറായിട്ട് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അന്ന് തൊട്ട് നമ്മളിത് കണ്ട് പിന്നെ ഈ മരങ്ങളെല്ലാം ബഡ് ചെയ്ത് വളർന്നു വന്നതെന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പത്തിൽ ബഡ് ചെയ്യിച്ച സാധനങ്ങളായതുകൊണ്ട് ഇത് ഞാനും ഇതൊക്കെ ഏതാണ്ട് ഒരുമിച്ച് വളർന്നു വന്നതായതുകൊണ്ട് അങ്ങനെ ഇതിന്റെ ആദ്യത്തെ ഈൽഡും ഈ മരമാണ് ഇതിനകത്ത് ഏറ്റവും ആദ്യം ഈൽഡ് കിട്ടുന്നത്. നമ്മൾ ഈ ബഡ് ചെയ്യിച്ചിട്ട് ആദ്യ ഈൽഡിലേക്ക് വന്ന മരം ഇതാ. അതേ ഈടിലേക്ക് കയറിയതാ. ഈ സാധാരണ ഈ ബഡ് ചെയ്യുന്നോടെ വീർത്ത് വരുന്നൊക്കെ ഒരു കംപ്ലൈന്റ് പറയുന്നത് കേൾക്കുന്നത്. അത് ഈ കാട്ടുജാതി ബഡ് ചെയ്യുമ്പോഴാണ് ഈ വീർത്ത് വരുന്നത്. നാടൻ ജാതി അത്ര നാടൻ ജാതി പ്രശ്നമില്ല. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടുജാതിയിലും വീർക്കാതിരിക്കും. നമ്മള് ബഡ്വുഡ് എടുക്കുന്ന മരത്തിന്റെ വളർച്ച എങ്ങനെയുണ്ടെന്ന് അനുസരിച്ചിരിക്കും കാട്ടുജാതി വീർക്കുന്നത്. ചില മരങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ വിഗറസ് ആയിട്ട് ഗ്രോത്ത് ഉണ്ട്. അതിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ഒരു 15 വർഷവും 20 വർഷമായ മരവും കൂടെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാട്ടുജാതിയെ ബഡ് ചെയ്ത 15 വർഷമായ മരമായിരിക്കും മറ്റേ ഒരു ഇനത്തിനേക്കാളും വളർച്ച ഉണ്ടാകുക. പിന്നെ അതിന്റെ കാര്യം ഈ കാട്ടുജാതി എടുത്തു കൊടുക്കുന്ന വളത്തിനെ കറക്റ്റായിട്ട് മുകളിലോട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ബഡ് യൂണിന്റെ അവിടെ അതൊരു കോൺഫ്ലിക്റ്റ് ആവും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ സാധനം ശരിക്കും നമുക്കൊരു വിഷയം വരുന്നത്. കാട്ടുജാതിയുടെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടുജാതി നല്ലപോലെ വേരുപടലും താഴോട്ടുള്ളതുകൊണ്ട് ഭയങ്കരമായിട്ടും ന്യൂട്രിയന്റ് അപ്ടേക്ക് കൂടുതലാണ് അതിന്റെ വേരുകൾക്ക്. അപ്പൊ എന്ന് വെച്ചാൽ ആ മരം അതേപോലെ കാട്ടിലെ മരം ആയതുകൊണ്ട് ഭയങ്കരമായിട്ടും വളർച്ച ഉണ്ടാവും. നമ്മൾ ഈ മുകളിലോട്ട് കെട്ടിയിരിക്കുന്നത് നമ്മുടെ സാധാ നാടൻ വെറൈറ്റികളാണല്ലോ, സാധാ ജാതിയാണല്ലോ. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് അത്ര വളർച്ച നിരക്കില്ല. അപ്പോൾ ഈ ഒരു വിഷയം വന്നു കഴിയുമ്പോഴത്തേക്കും ഈ താഴത്തെ മരത്തിന്റെ ഇത്രയും ഭാഗം ഇപ്പൊ ഇവിടം വരെ ബഡ്വുഡ് റൂട്ട് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടം വരെ മറ്റേതായതുകൊണ്ട് അത് അതിന്റെ സ്വാഭാവിക വളർച്ച കാണിക്കും. അപ്പൊ അത് ആ ഒരു വർഷത്തിൽ, അതായത് 15 വർഷം ആകുമ്പോൾ അത് എന്തോരം വളരും ആ അളവിൽ അത് വളരും. അപ്പൊ മറ്റേത് വന്നു കഴിയുമ്പോഴത്തേക്കും അത്രയും വളരുന്നില്ലാത്തതുകൊണ്ട് ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ശരിക്കും ഈ നമ്മുടെ ഈ ബഡ് യൂണിയനിൽ കാണുന്നത്. തോമസ്, ഇപ്പം ഈ ബഡ് ചെയ്തത് മേടിച്ചോണ്ട് വരുന്നില്ല, കൂടുതലും ഫീൽഡ് ബഡ് തന്നെയല്ലേ ചെയ്യുന്നത് ഇവിടെ? അതെ. അതിനുള്ളൊരു കാരണം എന്നാ? അത് കൂടുതലും നല്ല എല്ലാം തന്നെ അങ്ങനെ എല്ലാം തന്നെ ഫീൽഡ് ബഡാ ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ഇപ്പൊ ഞാൻ പുതിയതായിട്ട് കമ്പുകൾ കിട്ടുന്ന സമയം എനിക്ക് പ്ലാന്റേഷൻ ആയി വരാനുള്ള, അതായത് പുതിയ പ്ലാന്റിങ്ങിനുള്ള ഏരിയ റെഡിയായി വരാൻ താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതേപോലെ തൈകള് അതിന്റെ ഒരു നഴ്സറി കണ്ടീഷനിൽ തൈ സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരുന്ന സ്ഥലമാണ്. അപ്പൊ അതിനകത്ത് വെച്ച് നമ്മള് തൈനെ വളർത്തിക്കൊണ്ട് വന്ന് അത്തയില് ബഡ് ചെയ്യുകയാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അതിന് ഗുണം എന്നാ മറ്റേ വെച്ച് കിട്ടുന്നത് നമുക്ക്? അത് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നഴ്സറി പോയി കഴിയുമ്പോഴത്തേക്കും അത് കൊമേഴ്ഷ്യൽ സ്കെയിൽ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് തൈന് ഇത്രയും കണ്ടീഷനിൽ നിർത്താൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വളരെ എന്താണ് ക്വാണ്ടിറ്റി കുറവ് ആവശ്യമല്ലേ ഉള്ളൂ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഈ സാധനം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ ജാതിക്കായും ജാതിപത്രിയും ഇതൊക്കെ എന്തിനാ ശരിക്കും നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത്? എന്ത് യൂസാ വരുന്നത്? ശരിക്കും ഈ എല്ലാ സ്പൈസ് ക്രോപ്സും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രോസസ് ചെയ്ത് അതിന്റെ എക്സ്ട്രാക്ഷൻ ആണ് മെയിൻ ആയിട്ടും മേജർ ഇത്. പിന്നെ ജാതിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജാതി ശരിക്കും ആയുർവേദത്തിൽ പറയുന്ന ഫീമെയിൽ വയാഗ്ര എന്നാണ് ജാതി അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഹോർമോണൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ജാതി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കോസ്മെറ്റിക് പ്രൊഡക്ട്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കാട്ടുജാതിയുടെ ഇതാണെന്നുണ്ടെങ്കിലും അതും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഈ പെയിന്റ് ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നുണ്ട്. പെയിന്റിലും പോകുന്നുണ്ട്. അതായത് നമ്മുടെ ഈ കാട്ടുജാതിയുടെ പത്രി ആ മഞ്ഞ കളർ റേറ്റ് കുറവുണ്ട്. അതിന് കമ്പാരിറ്റീവ്ലി ഇതിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറവുണ്ട്. നമ്മൾ കുരുമുളക് ഏതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? കുരുമുളക് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് പന്നീർ വണ്ണ്, കരിമുണ്ട, നീലമുണ്ടി, മലമുണ്ടി എന്ന് പറഞ്ഞ റേറ്റ് ഉണ്ട്. അപ്പൊ ആ അത്രയും കൊടികളാണ് ഇതിനകത്ത് മേജർ ആയിട്ടും ചെയ്തിരിക്കുന്ന ഐറ്റംസ്. പിന്നെ ഇപ്പൊ ഒരു പരീക്ഷണമായിട്ട് നമ്മൾ പന്നീർ 9 ചെയ്യുന്നുണ്ട്, 10 ചെയ്യുന്നുണ്ട്, അഗ്ലി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം എന്തര ചെടിയുണ്ട് നമുക്കിപ്പോ എല്ലാം കൂടെ കുരുമുളക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു 500 ചെടികളോളം പുതിയതുണ്ട്. ഇപ്പൊ പുതിയ പ്ലാന്റിങ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് അടുത്ത വർഷത്തേക്ക്. അപ്പൊ അതെന്നാ എന്തിനാ കയറ്റി വിടുന്നത്? ഇതിപ്പോ നമ്മൾ ആദ്യകാലങ്ങളും മുരിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളിപ്പോ പയ്യാനിയിലാണ് ചെയ്യുന്നത്. ആദ്യകാലത്ത് നമ്മൾ മുരിക്കാലായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അതെ. അത് കഴിഞ്ഞ് അത് നമുക്ക് മുരിക്കനെ ഇപ്പൊ കൊടിയേക്കാളും നോട്ടം താങ്ങുമരത്തിന് കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് നമ്മളിപ്പോ അത് മാറ്റി പതിയെ പയ്യാനിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, തോമസിന്റെ അഭിപ്രായത്തിൽ ഇപ്പം ആൾക്കാർ PVC പൈപ്പ്, കോൺക്രീറ്റ് അല്ലാതെ ഇരുമ്പ് പൈപ്പ് ഇത്തരമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു അഭിപ്രായം എങ്ങനെയാ? അത് ശരിക്കും നല്ല തളികത്തട്ട് പോലെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ പറമ്പ് കിടക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് പോസിബിളാണ്. ഇപ്പൊ നമ്മൾ ഹൈ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ടെറൈൻ വരുന്നത്. അപ്പൊ ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു മുക്കാലി വെച്ച് പറിക്കാന്ന് പറയുന്നത് നമുക്ക് പാടാം. അപ്പൊ നമ്മൾ ഇതിന് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഏണി വെച്ച് കെട്ടിയാണ് ഇത് കൊടി വലിയ നമ്മൾ പറിക്കുന്നത്. അപ്പൊ അതൊരു വലിയ വിഷയമാണ്. വെക്കല് നടക്കില്ല.
അല്ലാതെ ഞാൻ ചോദിക്കുന്നത് ഈ PVC പൈപ്പൊക്കെ വെക്കുന്നത് നമുക്ക് ശരിക്കും അതൊരു വരുമാനം നല്ലൊരു ആദായത്തിലേക്ക് എത്തുമോ അതാ? നല്ല ഈൽഡിങ് വെറൈറ്റികളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വരും. പിന്നെ ഓരോ പ്രദേശത്തിനനുസരിച്ച് ആ ഒരു പ്രദേശത്ത് പെർഫോം ചെയ്യുന്ന കുറച്ച് വെറൈറ്റികളുണ്ടല്ലോ. ഓരോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈൽഡിങ്ങിലേക്ക് വരും. ഈൽഡിങ്ങിലേക്ക് കയറും. പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അതിപ്പോ താങ്ങുവരെ ഇപ്പൊ നമ്മള് മട്ടിയെ വെക്കുന്നുണ്ടെങ്കിൽ മട്ടി വെട്ടി വെക്കാനെങ്കിലും പറ്റും കൊടി പോയിട്ടുണ്ടെങ്കിൽ. അതെ. ഇത് കൊടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും കൊടി കയറ്റിക്കൊണ്ട് വരാന്നല്ലോ, അതിന്റെ പിന്നെ ഒന്നും കിട്ടാനില്ല. അതെ. ജാതിയിലും കൊക്കോയിലും കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിൽഡ് ലേബറിന്റെ ഒട്ടും ആവശ്യമില്ല. അതിപ്പോ റബ്ബർ വെട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ടാപ്പിംഗ് എന്നുണ്ടെങ്കിൽ മരം പട്ട മറിച്ചു പോവുക. ഇപ്പൊ കുരുമുളകാണെങ്കിലും മൂത്ത മുളക് കണ്ടുപിടിച്ച് പറിക്കുക, ഈ കൊടി കെട്ടി കൊടുക്കുക, ഇങ്ങനത്തെ എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ജാതിയിലും കൊക്കോയിലും എന്ന് വെച്ചാൽ നമുക്ക് പൊട്ടി നിൽക്കുന്ന കാകണ്ട മനസ്സിലാവും. അത് പറിച്ചെടുക്കാൻ ഇപ്പൊ നമുക്ക് ഇന്ന് കൊണ്ടുവന്ന ഒരു ലേബർ ആണെങ്കിലും അവനെ കൊണ്ട് പറപ്പിക്കാം. കൊക്കോ ആണെങ്കിലും പഴുത്ത് കഴിയുമ്പോൾ കളർ മാറും. അപ്പൊ കളർ മാറി കഴിയുമ്പോഴത്തേക്ക് അവനും പറിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ലേബർ ഇന്റൻസീവ് അല്ലാത്ത ഒരു ക്രോപ്പാണ് ഈ രണ്ടും. ഇത് നമുക്ക് എത്ര ഏക്കറിൽ ഇതെല്ലാം കൂടെ നിൽക്കുന്നത്? ഇത് മൊത്തം ഒരു 8 ഏക്കർ ഉണ്ട്. ഇത് മൊത്തം ഒറ്റ ഫ്ലോട്ട് കിടക്കുന്ന. അതെ. അപ്പൊ ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് നമ്മള് ജാതി, കുരുമുളക്, ഇത് ആദ്യകാലങ്ങളിൽ റബ്ബറായിരുന്നു. അതായത് മൊത്തത്തിൽ റബ്ബറായിരുന്നു. അപ്പൊ അത് നമ്മൾ അത് കഴിഞ്ഞ് റീപ്ലാന്റ് ചെയ്ത് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ കൊണ്ട് ടാപ്പിംഗാറുടെ വിഷയങ്ങളും എല്ലാം വന്നതുകൊണ്ട് നമ്മളിപ്പോ അത് മാറ്റി കംപ്ലീറ്റ്ലി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പൈസസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടം വരെയുള്ള സെക്ഷൻ ഇപ്പൊ നമുക്ക് നല്ല പ്രൊഡക്റ്റീവിലേക്ക് വന്നു. ഈ ജാതികളാണെങ്കിലും നമുക്ക് കായ്ച്ചു തുടങ്ങി. ഇതെല്ലാം നമ്മൾ ഈൽഡ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു വരുമാനം കിട്ടുന്നുള്ളതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് പ്ലോട്ട് ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടി. അപ്പൊ എന്ന് വെച്ചാൽ നമുക്കൊരു വരുമാനമായി. ടോട്ടലി മൊത്തത്തിൽ നമ്മൾ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറെ കാലത്തേക്ക് ഒന്നുമില്ലാതിരിക്കും. നമ്മൾ വേറെ ഇൻകം സോഴ്സ് കണ്ടുപിടിക്കണം. തോമസ്, ഇതിപ്പോ നമ്മൾ പുതിയ റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കുന്നതാണ് ഇത്? അതെ. ഇതിപ്പം നമ്മുടെ സ്വന്തം തൈ തന്നെയാണിത്? അതെ. നമ്മൾ ഓരോ വെറൈറ്റികൾ ഇതിപ്പോ നാടൻ തൈയാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഈ ഫീൽഡ് ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന നല്ല നല്ല ഇനങ്ങള്. ഇത് ശരിക്കും നമ്മളെ ട്രയൽ പ്ലോട്ടാ. ഈ പ്ലോട്ട് മൊത്തത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ട്രയലാണ്. ഇത് ഏകദേശം ഒരു 35ഓളം വെറൈറ്റികൾ ഈ പ്ലോട്ടിൽ നമ്മൾ 35ഓളം വെറൈറ്റി ചെയ്യുന്നുണ്ട്. അതിന്റെ ഈൽഡ് എങ്ങനെയുണ്ട്, വരും വർഷങ്ങളിൽ ഇതിന്റെ ഈൽഡ് എങ്ങനെ കിട്ടും, ഇത് വളർച്ചാ നിരക്ക് എങ്ങനെയുണ്ട്, രോഗപ്രതിരോധ ശേഷി എങ്ങനെയുണ്ട്, പെസ്റ്റിന്റെ അറ്റാക്ക് എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള എല്ലാത്തിനും വെച്ച് നമ്മൾ പക്കായിട്ട് ഒരു റെക്കോർഡിക്കലി കൊണ്ടുപോകാൻ പോകുന്ന ഒരു പ്ലോട്ടായത്. അപ്പോൾ ഓരോ നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് അതായത് ഒരു 5 വർഷം 6 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ബെസ്റ്റ് വെറൈറ്റികൾ എത്താനുണ്ട്. ഇതിനകത്ത് ഏതൊക്കെ നമുക്ക് ട്രയൽ ഒരു കൊമേഴ്ഷ്യൽ സ്കെയിലിൽ കൃഷി ചെയ്യാം, അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു പ്ലോട്ടാണ്. അത് ഞാൻ ചോദിക്കുന്നത് ഈ തയ്യെ പറ്റിയേ, ഇത് നമ്മുടെ സ്വന്തം തയ്യാണിത്? അതെ, നമ്മൾ നാടൻ തയ്യല് നമ്മൾ ബഡ്ഡി ചെയ്യിച്ചേക്കുന്ന. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു 3 അടിക്ക് മുകളിൽ വെച്ച് നമ്മൾ ബഡ്ഡി ചെയ്യിക്കാറുള്ളൂ. അപ്പൊ ഇത്രയും വലിയ തൈ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കയറിപ്പോരും. അപ്പൊ നമ്മൾ ഈ വെച്ചിരിക്കുന്നത് എല്ലാം അതേപോലെ നമ്മൾ ചെയ്ത തൈകളാണ്. ഇത് ഞാൻ ചോദിക്കുന്നത് എത്ര പ്രായമുള്ളൊരു മരമായത്? ഇതിപ്പോ റൂട്ട് സ്റ്റോക്കിന് ഏകദേശം ഒരു 2 വർഷത്തോളം പ്രായമായിട്ടുണ്ട്. നമ്മളിത് കുഞ്ഞിലെ വെച്ച് അത് കഴിഞ്ഞ് കൂട് മാറി. ഇതിപ്പോ നമ്മൾക്ക് ഒരു കൊമേഴ്ഷ്യൽ സ്കെയിൽ ചെയ്യുന്ന അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇത് റൂട്ട് സ്റ്റോക്കിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. കൊമേഴ്ഷ്യൽ സ്കെയിൽ ചെയ്യുന്നവർക്ക് അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എത്ര നാളെടുത്ത് നമുക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടുവരാം? ഏകദേശം 2 കൊല്ലത്തെ ഇതൊരു 2 കൊല്ലത്തെ ഒരു വളർച്ചയാണ് ഇത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്ര ഈ ചെറിയ കൂട്ടിൽ നിന്നിട്ട് ഇതിൽ ഇത്ര നല്ലൊരു ഗ്രോത്ത് കിട്ടാൻ നിങ്ങൾ എന്താ ഇപ്പം അതിന് വളം കാര്യങ്ങൾ എന്താ ചെയ്ത് കൊടുക്കുക? ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 സെറ്റ് നമ്മൾ കൂട് മാറിയിട്ടുണ്ട്. കൂടൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് തരും. പിന്നെ മണ്ണിൽ നമ്മൾ ഇതിന്റെ കൂടിന്റെ ഉള്ളിലും നമ്മൾ വളം കൊടുക്കണം. ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ നഴ്സറിയിലൊക്കെ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നനയ്ക്കുന്ന സംഭവം നനച്ചു കഴിയുമ്പോഴത്തേക്കും ഈ കൂടിന്റെ അടിയിൽ കൂടെ വെള്ളം പോയി കഴിയുമ്പോഴത്തേക്കും ലീച്ചിങ് സംഭവിച്ച് ഇതിനകത്ത് ഈ മണ്ണിന്റെ മൂലകങ്ങളെല്ലാം തീരുക. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇടയുണ്ടെങ്കിൽ കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കുക, അതേപോലെ തന്നെ ചോട്ടിൽ വളം കൊടുക്കുക. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേര് പിന്നെ സ്ട്രെങ്ത് ആയി വരും. പുതിയ വേരുകൾ എപ്പോഴും നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും തൈ പെട്ടെന്ന് വേരെടുത്ത് വരും. മണ്ണിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വേരെടുത്ത്. അപ്പൊ നിങ്ങളിത് എന്നാ ഇതിന്റെ താഴെ വളം കൊടുക്കുന്നത്? ഞാനിപ്പോ ഇതിനകത്ത് ഫാക്ടറി ഫോസ് കൊടുക്കാറുണ്ട്, പൊട്ടാഷ് കൊടുക്കാറുണ്ട്, അതേപോലെ മൈക്രോ ന്യൂട്രിയന്റ് സ്പ്രേ കൊടുക്കാറുണ്ട്. ഫീൽഡിൽ ഒരു ജാതിക്ക് എന്തൊക്കെ ചെയ്യോ അതിന്റെ ഒരു മിനിമൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇതിനും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ജാതി നിങ്ങൾക്ക് ഇപ്പൊ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ ഇപ്പൊ എന്ത് പൈസ ആവുക? ഇതിപ്പോ ഒരു ബഡ് ചെയ്ത് ഇപ്പൊ നമ്മൾ പൊക്കത്തിലാണ് നിൽക്കുന്നത്. ഇതിപ്പോ ഒരു നാടൻ തയ്യ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 500 രൂപയ്ക്ക് മുകളിൽ ഒരു നാടൻ തൈക്ക് വില വരും, ഇത്രയും സൈസ് ആയത്. ആ സമയത്ത് ഇപ്പൊ നമ്മൾ ബഡ് ചെയ്ത് ഒരു എന്നെക്കാളും പൊക്കമുള്ള തൈകളാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ 4000 രൂപ 5000 രൂപയ്ക്ക് മുകളിലോട്ടാണ് അതിന്റെ വില വരുന്നത്. ഞാൻ നോക്കിയിട്ട് അത്ര നിങ്ങൾ ക്വാളിറ്റി നോക്കി തന്നെ ഇവിടെ ചെയ്യുന്നത്. അതെ. തോമസ്, ഇത് ഇതിപ്പം എത്ര അടി അകലത്തിലാണ് ഇതിപ്പോ വെച്ചേക്കുന്നത്? ഇതിപ്പോ ഞാൻ ചെയ്തേക്കുന്നത് 30 അടി അകലത്തിലാണ് ചെയ്തേക്കുന്നത്.
അപ്പം 30 അടിയിൽ നമുക്ക് ഇതെല്ലാം നമ്മളിത് എന്താ വെച്ചാൽ നഴ്സറിയിൽ ആൺജാതികൾ ആദ്യം പൂത്ത് വരും. അപ്പോൾ ആൺജാതികൾ ആദ്യം പൂത്ത് വരുമ്പോൾ വെച്ചാൽ ഞാൻ അതിന് ടാഗ് ഇടും. ഇതിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ടാഗ് കണ്ടാൽ അറിയാം അത് മെയിലിൽ നിന്ന് നമ്മൾ എഴുതിയിടും. അതിൻ്റെ ഇത്തേ ബഡ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ എഴുതിയിട്ടേക്ക് ഇതുണ്ടോ, ഇത്തേല് പൂവുണ്ട്, പൂ കയറി വന്നു. ഇതിപ്പോൾ ആൺജാതിയാണ്. അപ്പോൾ ഇത്തേ ബഡ് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് കായ്ഫലം കൂടുതൽ കിട്ടും. കാര്യം ഇതിന്റെ അടിയിൽ മേലെ ബഡ് ചെയ്ത കായ്ഫലം കൂടുതൽ കിട്ടും. അല്ല, അടിയില് മറ്റേ മേലുള്ളതുകൊണ്ട് നമുക്ക് കായ്ഫലം കൂടുതൽ കിട്ടും. അപ്പൊ നമ്മൾ ഈ നഴ്സറിയിൽ നമ്മുടെ തന്നെ തൈകൾ ഇരിക്കുന്നുണ്ട്, നമ്മൾ വളമൊക്കെ ചെയ്ത് നിർത്തിയേക്കുന്നുണ്ട്. നമുക്കൊരു 2ാം വർഷം ആകുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് ഇത് ആൺമരങ്ങളെല്ലാം പൂത്തു തുടങ്ങും. അപ്പൊ അത് നമ്മൾ ആദ്യമേ ടാഗ് ചെയ്ത് മാറ്റി നിർത്തും. ഇതിനിപ്പോ നമ്മൾ ഇത്ര ഒരു എന്തുമാത്രം വീതിക്കായി വെച്ച കുഴി ആഴം അതിന്റെ കാര്യം എങ്ങനെയാണെന്ന്? ഇത് കുഴി എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2 അടി താഴ്ചയിൽ കുഴി എടുത്തു. 2 അടി താഴ്ചയിൽ കുഴി എടുത്തിട്ട് ഇതിന്റെ ഉള്ളില് നമ്മള് ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, അതേപോലെ തന്നെ എല്ലുപൊടി ഉറച്ചിട്ടു. പിന്നെ ഇത് രാജ്ഫോസ് എന്ന് പറഞ്ഞ് ഫോസ്ഫറസിന്റെ അതായത് വേരോട്ടം പെട്ടെന്ന് കൂടാൻ വേണ്ടി അതും കൂടെ ഇട്ട് ഈ കുഴി മൂടി നല്ലപോലെ ഇളക്കി കുഴി മൂടി, മണ്ണും ഇട്ട് മിക്സ് ചെയ്ത് കുഴി മൂടി. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കുഴി, പിള്ളക്കുഴി പോലെ എടുത്തിട്ട് തൈ വെച്ച് പ്ലാന്റ് ചെയ്തു. അപ്പൊ നമുക്കൊരു അടുത്തൊരു 5-6 മാസത്തേക്ക് നമുക്ക് ഈ തൈക്ക് വേറെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, വേറെ പണി വരുന്നില്ല. ഇല്ല, വേറെ വളം കൊടുക്കേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല. നമ്മൾ ഇനിയിപ്പോ അടുത്ത ആഴ്ച നമ്മളൊരു ഫംഗിസൈഡ് ആപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ സ്പ്രേയിങ് വല്ലതും ചെയ്യുന്നുണ്ടോ? ഇനി ഫംഗിസൈഡ് മാത്രമേ ഇനിയിപ്പോ കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ നോക്കി ഇതിന്റെ വളർച്ച ഒന്ന് പമ്പി നിൽക്കുന്നുണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ന്യൂട്രിയന്റ് ഒരു സ്പ്രേയും കൂടെ കൊടുക്കും. ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ എത്ര അടി ഗ്യാപ്പിൽ അപ്പ് വെച്ചെന്ന് പറഞ്ഞത്? ഇത് ശരിക്കും 30 അടി ഗ്യാപ്പിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് മതിയോ? 30 വെച്ചാൽ പറഞ്ഞു 40 വേണം, അതിന്റെ മൊണ്ടായിട്ട് വേണം. നമ്മള് അത് നമ്മുടെ മണ്ണിന്റെ ഘടന അനുസരിച്ചിരിക്കും. അതായത് നമ്മുടെ ചായ്വിന്റെ ഘടന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് ശരിക്കും ജാതി പ്ലാന്റ് ചെയ്യുന്നത്. ഇതിപ്പോ പടിഞ്ഞാറൻ ചായ സ്ഥലം വരുന്നത്. അപ്പൊ വെച്ചാൽ ഇവിടെ വെയിലേറ് കൂടുതൽ കിട്ടും. അപ്പൊ അങ്ങനെ വെയിലേറ് നമുക്ക് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് 30 അടിയാണ് ഏറ്റവും ഐഡിയൽ. അതിപ്പോ നോർമൽ ലെവൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിലും 30 അടിയാണ് ഐഡിയൽ വരുന്നത് പറയുന്നത്. അപ്പൊ വെച്ചാൽ ഇതിന്റെ അത് നമ്മൾ ചെയ്തെന്ന് 4 ജാതിയുടെ നടുക്കായിട്ട് ഒരു കൊക്കോ വരുന്ന പോലെ നമ്മൾ ഡയഗണലി പിടിച്ച് കഴിയുമ്പോൾ അതിന്റെ നടുക്കായിട്ട് ഒരു കൊക്കോ കൂടെ പ്ലാന്റ് ചെയ്ത്. ഇതിന്റെ നമ്മൾ വേറെ എന്തെങ്കിലും ഇടവിളയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് ഇനി നമ്മൾ കുരുമുളകും കൂടെ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ സ്പേസിങ് എങ്ങനെ വരുന്നത്? അപ്പം അതിപ്പോ നമ്മള് ഒരു 9 അടിക്ക് കുരുമുളക് ഇടും. അതായത് ഈ 2 ജാതിയുടെ നടുക്കായിട്ട് 9 അടിക്ക് കുരുമുളക് ഇടും. 9 അടി ഗ്യാപ്പിട്ട് ഒന്നാ നമ്മുടെ ഈ പടിഞ്ഞാറൻ ചായയും കൂടെ ആയതുകൊണ്ട് വെയിലേറെ നല്ലപോലെ കിട്ടും. അപ്പൊ നമുക്ക് ഈലില് ഒരു ഇത് വരുമെന്ന് പേടിക്കണ്ട. സ്പേസിങ് കുറഞ്ഞു പോയെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മൾ 10 അടിക്ക് തന്നെ ചെയ്യണം. 10 അടിക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് കൊടി വളർന്നു കഴിയുമ്പോഴത്തേക്കും മടിയിലേക്ക് പിന്നെ മുളകില്ലാതെ പോകും, വെളിച്ചം കിട്ടാൻ വരും. അതായത് ഇതിപ്പോ ജാതിയെന്ന് ആദായം കിട്ടുന്ന മുമ്പ് അപ്പൊ കൊടിയെന്ന് കിട്ടാൻ തുടങ്ങും. കൊടിയെന്നും കിട്ടും, കൊക്കോയെന്നും കിട്ടും. കൊക്കോയും നമുക്ക് 3-ാം വർഷം ഈൽഡാവും. ജാതിനെ നമുക്ക് ശരിക്കും ഒരു ഈൽഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 8-ാം വർഷമൊക്കെ ആവും ജാതിയിൽ നിന്ന് നമുക്ക് വരുമാനം ആവാൻ. 6-ാം വർഷം തൊട്ട് നമുക്കൊരു ഈൽഡ് കിട്ടി നല്ലൊരു ഈൽഡായി തുടങ്ങും. പക്ഷെ ഒരു സ്റ്റേബിൾ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് 8-ാം വർഷമൊക്കെ ആവണം. 8-ാം വർഷമെങ്കിലും ആകണം. അപ്പോൾ അങ്ങനെ ഈൽഡ് കിട്ടിയിട്ട് നമുക്കറിയില്ല. അത്രയും നാൾ നമുക്ക് പറമ്പ് വെറുതെ കിടക്കുവാണല്ലോ. അപ്പൊ ആ സമയത്ത് ഒരു നമുക്ക് കുരുമുളക് ഒരു വരുമാനം കിട്ടുകയും ചെയ്യും. കുരുമുളകെന്നും കിട്ടും, കൊക്കോയെന്നും കിട്ടും. കുരുമുളകിനേക്കാളും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എൻ്റെ ഒരു ഏരിയക്ക് അനുസരിച്ച് കൊക്കോയെ പ്രിഫർ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ കൊക്കോയ്ക്ക് മാർക്കറ്റ് നമ്മൾ വേറെ തേടി പോകണ്ട. നമ്മുടെ കൊക്കോയ്ക്ക് ഭയങ്കരമായിട്ടും വിലയുണ്ട്. നമ്മുടെ ഈ ഏരിയയുടെ പ്രത്യേകത കൊണ്ട് വിലയുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ കൊക്കോ ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ ജാതിക്ക് നമുക്ക് നന കൊടുക്കേണ്ട ആവശ്യം വരികയല്ല. അപ്പൊ നനയ്ക്ക് എങ്ങനെയാ പ്ലാൻ ചെയ്തേക്കുന്നത്? നനയ്ക്ക് നമ്മൾ താഴേന്ന് ഇപ്പൊ ഇവിടെ നമ്മളൊരു സെക്കൻഡറി പോണ്ട് പോലെ ഇപ്പൊ ഒരു പുതിയ പോണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാര്യം മുകളിലേക്ക് നമുക്ക് വലിയ പോണ്ട് ഉണ്ടാക്കാനുള്ള ഒരു സ്പേസ് നമ്മുടെ ഈ ടെറൈൻ്റെ ഒരു വിഷയം കൊണ്ട് ഒരു വിഷയം വന്നേക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മളൊരു 35,000 ലിറ്ററിന്റെ ഒരു ടാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറയുന്നതനുസരിച്ച് വെള്ളം അടിച്ചിട്ട് ഇതിനകത്തേക്ക് നിറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് ഇവിടുന്ന് ഒരു മോട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഇവിടുന്ന് എടുത്തു പോവാം. ഇതൊക്കെ നമ്മൾ നഴ്സറി ബഡ് ചെയ്ത് നിർത്തി ഇത്ര പൊക്കത്തിലായതൊരു വെച്ചൂടെ. ഈ ഒരു 2 ആഴ്ച ആയുള്ളൂ നമ്മൾ പ്ലാന്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഈൽഡായി. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇതിപ്പോ കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് തൈ കൊടുക്കാനുണ്ടോ? നമുക്ക് തൈ കൊടുക്കാനില്ല. ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഞാൻ തൈ കൊടുക്കാത്തതിന്റെ കാര്യം നമ്മുടെ അടുത്ത് 35ഓളം വെറൈറ്റികളുണ്ട്.
ഇതിന്റെ ഈൽഡ് തൈ മേടിക്കാൻ വരുന്ന ഒരാൾക്ക് എന്റെ അടുത്ത് എങ്ങനെ കായ്ക്കുന്നു എനിക്കൊന്ന് കാണിച്ചു കൊടുത്തിട്ട് വേണമല്ലോ ഉറപ്പായിട്ടും നമ്മൾ തൈ കൊടുക്കാൻ. അതിപ്പോ നല്ല കായും കായ്ക്കുന്നു കാണിച്ചു കൊടുത്തിട്ട് വേണം. ഇതിന്റെ കായ് ഇങ്ങനെ ഇവിടെ കായ്ക്കും. നിങ്ങളുടെ അടുത്തേക്ക് പോയാൽ എങ്ങനെ പറയുന്നത് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ലെങ്കിലും എന്റെ അടുത്ത് കാണിക്കാൻ പറ്റും. എന്റെ അടുത്ത് ഇതാണ് പ്രൊഡക്ഷൻ എന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുത്ത് തൈ ചെയ്യണമെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഓഹോ നമ്മൾ ഏകദേശം ഈ ഒരു മുഴുപ്പിൽ തന്നെയാണ് കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ മുഴുപ്പിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5 രൂപ 6 രൂപയ്ക്ക് അടുത്തൊക്കെ തൈക്ക് കോസ്റ്റ് വരും. അതിപ്പോ എല്ലാവർക്കും ആ ഒരു കോസ്റ്റ് പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ അതിലും ചെറിയ തൈകള് പ്ലാൻ ചെയ്യുന്നുള്ളൂ. നഴ്സറി ഇതിനിപ്പോ നമുക്ക് ഈ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം ഇത് പറയുന്നത്? ഇത് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഒരു 40% 50% ഷെയ്ഡ് വേണമെന്നാ പറയുന്നത്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇവിടെ എങ്ങനെ പോസിബിൾ ആവുക? ഇത് ഞാൻ ഹാർഡൻ ചെയ്ത് കൊണ്ടുവന്ന തൈകളാണ്. അതായത് ഒരു നോർമൽ ഫീൽഡ് കണ്ടീഷനിൽ തന്നെ നഴ്സറിയിൽ ഇരുത്തി നല്ലൊരു വെയിലടിച്ച് നല്ല പടിഞ്ഞാറൻ വെയിലടിപ്പിച്ച് അതേപോലെ തന്നെ വെള്ളം നല്ലപോലെ നനച്ചു കൊടുക്കും. അതേപോലെ തന്നെ മഴയും കൊള്ളിച്ച് നോർമൽ നഴ്സറിയിലെ പോലെ പോളിയോസിൽ ഇരുത്തി കൊണ്ടുവരാത്തതുകൊണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ പക്ക ഫീൽഡിൽ നിൽക്കുന്ന കണ്ടീഷനിൽ തന്നെ തൈനെ കയറ്റിക്കൊണ്ട് പോകുന്നത്. അപ്പൊ ഇതിനപ്പം കുറച്ച് ഷെയ്ഡ് കുറഞ്ഞാലും കുഴപ്പമില്ല. ഷെയ്ഡ് കുറഞ്ഞാലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ ആദ്യം ഒരു ഇനിഷ്യൽ ഇയേഴ്സിൽ നമ്മൾ ഷെയ്ഡ് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിനകത്ത് പയ്യാനെയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഷെയ്ഡ് ആയിക്കോളൂല്ലോ. അത് കയറി വരുമ്പോഴത്തേക്കും ഒരു ഷെയ്ഡ് ആവും. അത് ഷെയ്ഡ് ആവും. ഇത് നമ്മൾ എന്തര വെള്ളം കൊള്ളുന്ന ഇതാ? ഇത് നമുക്ക് ഏകദേശം ഒരു 30,000-35,000 ലിറ്റർ വെള്ളം. ശരിക്കും നമ്മുടെ റിക്വയർമെന്റ് അത്രയല്ല. പക്ഷെ വെച്ചാൽ നമ്മളിത് ഇവിടുന്ന് അടിച്ച് മുകളിലോട്ട് കയറ്റാനാണ്. അപ്പൊ നമുക്ക് ഒറ്റ ഇതിനകത്ത് കൊണ്ടുപോയി വെറുതെ ലോഡ് ഓവർ പിടിപ്പിക്കണ്ട. നമുക്ക് താഴെ ഇഷ്ടം പോലെ നമുക്ക് കാര്യം എന്ന് വെച്ചാൽ ഈ മഴവെള്ള സംഭരണി പോലെ വലിയ 3 ലക്ഷം ലിറ്റർ 4 ലക്ഷം ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് വാട്ടർ ഷോർട്ടേജ് അല്ല ഒരിക്കലും. പിന്നെ ഒരു ഡിസംബർ ജനുവരി വരെ നമ്മുടെ 2 സൈഡിലെയും തോടുകൾ ഒഴുകുന്നുണ്ട്. ഡിസംബർ ജനുവരി വരെ ഉണ്ട്. ആമാ. അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ നമ്മൾ മോട്ടോർ വെച്ച് മുകളിലോട്ട് കയറ്റുക എന്നുള്ളതാണ്. കാര്യം ഇപ്പൊ മുകളിൽ നമുക്ക് ഇത്ര ഒരു സൈസിൽ കുത്താനുള്ള ഒരു ടെറൈന്റെ ഒരു വിഷയം കൊണ്ടൊക്കെ നിർത്താനൊരു പാടുണ്ട്. അപ്പൊ നമ്മൾ മുകളിൽ ടാങ്ക് വെച്ചിട്ട് ഒരു ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ ഇത് ഇങ്ങനെ കുന്നും പ്രദേശമൊക്കെ നമ്മൾ ആൾക്കാർ വിറ്റ് ഉപേക്ഷിച്ച് പോവാ. നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയായിരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ സ്ഥലത്ത് തോമസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തോമസിന്റെ ഒരു ഐഡിയ എങ്ങനെ അത് ഇതിങ്ങനെ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുന്നും പ്രദേശത്താണ് ഞാൻ നോക്കിയിട്ട് കൃഷിയെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത്. പിന്നെ വെച്ചാൽ ഇതൊരു ഭാവിയിൽ ഈ മരങ്ങൾ വളർന്നു കഴിയുമ്പോഴത്തേക്കും ടൂറിസത്തിന് ഭയങ്കരമായിട്ടും സ്കോപ്പുള്ള ഒരു മേഖലയും കൂടെ. അതെങ്ങനെയാ അത് കാണുന്നത്? നമ്മളിത് കാണുന്നത് വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ ഒരു കോട്ടേജ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ആ കാണുന്ന പാൽക്കുളം മേടാണ് നമ്മൾ ഈ ബാക്കിൽ കാണുന്നത്. അത് എപ്പോഴും ഒരു മഞ്ഞ് മൂടി. പിന്നെ ഈ ഒരു പ്രദേശം ടോട്ടലി നമുക്ക് മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു നല്ല രാവിലെ എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് കോടമഞ്ഞ് മൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ്. തോമസ് ഇതിപ്പം കൊടി നമ്മളിവിടെ എന്തെങ്കിലും കയറിയിട്ടുണ്ട്? കൊടി ഇതിപ്പോ നമുക്ക് ഏതാണ്ട് ഒരു ഈൽഡിങ്ങിലേക്ക് വന്നേക്കുന്ന ഒരു 500 കോടി 600 കോടിക്ക് മുകളിൽ ഇപ്പൊ ഈൽഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു 5 വർഷം ഒക്കെ ഇതിപ്പോ 5 വർഷമായ ഒരു കൊടിയാ. പക്ഷെ നമുക്ക് പ്രശ്നം പറ്റിയേക്കുന്ന മുരിക്കാണോ? മുരിക്കാണ് ഒരു പ്രശ്നം പറ്റിയേക്കുന്നത്. ഇപ്പൊ കണ്ടില്ല, കൊടിയുടെ വളർച്ചയെ മീറ്റ് ചെയ്ത് നിൽക്കാൻ മുരിക്കിന് പറ്റുന്നില്ല. ഇത് കയറി പോയാനെ ഇതിലും വലുതായാനെ. ഇത് കൂട്ടൊരു ആട്ടം ഒന്നുമില്ലാതെ അല്ലേ, ഒരു പിടുത്തമില്ലാത്ത പോലെ നിൽക്കുക. നമുക്കിത് പറിക്കലാണെങ്കിലും മുളക് പറിക്കലൊക്കെ ആണെങ്കിലും വലിച്ചു കെട്ടിയൊക്കെ ഇപ്പൊ മുക്കാലി കൊണ്ടുവന്നിട്ടാണെങ്കിലും മുക്കാലി കെട്ടിയൊക്കെ നിർത്തി വേണം നമ്മൾ പറിക്കാൻ. ഇതിപ്പം കൊടിയെന്നുള്ളൊരു ആദായം എങ്ങനെ നമ്മൾ കാണുന്നത്? നമുക്ക് വരുന്ന ഭാവികളിലെ കൊടിക്ക് ഒരു വരുമാനം എങ്ങനെയായിരിക്കും? മുളകിനും നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഹൈ റേഞ്ചിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും സ്പൈസസിന് ഹൈ റേഞ്ചിലെ കാലാവസ്ഥ കൊണ്ട് നമുക്ക് ക്വാളിറ്റി കൂടുതലാണ്. അതായത് ഇപ്പൊ ലിറ്റർ വെയിറ്റ് നോക്കിയാലും ഹൈ റേഞ്ചിൽ കൂടുതലാണ്. ഇപ്പൊ ജാതിയുടെ ആണെങ്കിലും തൂക്കം നോക്കിയാൽ കൂടുതലാണ്. പിന്നെ നമ്മുടെ കാലാവസ്ഥയില് തണുപ്പാണ് ഇതിനകത്തെല്ലാം ഈ തൂക്കം കൂടുതൽ കൊടുക്കുന്നതും അതേപോലെ തന്നെ ഓയിലിന്റെ കണ്ടന്റ് കൂടുതൽ കൊടുക്കുന്നതൊക്കെ എന്ന് പറയുന്നത് ഈ തണുപ്പാണ്. അപ്പൊ എന്താ വെച്ചാൽ തണുപ്പ് നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. മെച്യൂരിറ്റി കൂടുതലായിരിക്കും നമ്മുടെ ഇവിടെ. മെച്യൂരിറ്റി പീരീഡ് കൂടുതലായിരിക്കും. ആ മെച്യൂരിറ്റി പീരീഡ് കൂടുതലായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇതിന്റെ ഓയിലിന്റെ കണ്ടന്റ് നമ്മുടെ പ്രൊഡക്റ്റുകളിൽ കൂടുതലുണ്ടാവും. അതാണ് എല്ലായിടത്തും. ഇപ്പൊ വയനാടൻ കുരുമുളകിനേക്കാളും വയനാടാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നിന്ന സ്ഥലം. അതിലും കൂടുതൽ നമുക്ക് വില ഇന്ന് ഹൈ റേഞ്ച് കിട്ടുന്നതിന്റെ കാര്യം അതാണ്. ഈ പ്രാവശ്യം തിരിയിടിയിൽ എങ്ങനെ ഉണ്ടെന്നേ? ഈ പ്രാവശ്യം തിരിയിട്ടിൽ നന്നായിട്ട് തിരി ഇട്ടിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ ഈ ചൂട് ഭയങ്കര സിവിയർ ആയതുകൊണ്ട് കൂടി നല്ലപോലെ വാടിയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ മഴ വന്നതിന്റെ ഇതില് പക്ഷെ നന്നായിട്ട് തന്നെ. നമ്മളിവിടെ എന്തെങ്കിലും നനയോ കാര്യങ്ങൾ എന്തെങ്കിലും കൊടിക്ക് കൊടുക്കുന്നുണ്ടോ? ഇതിന് നമ്മൾ ഈ വർഷം നനച്ചു. കാര്യം കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ നമ്മൾ നനച്ചിട്ടില്ല. ഇതൊന്നാമത് ഈ ഒരു പ്രദേശം നമുക്ക് കുറച്ച് മണ്ണാഴം കുറഞ്ഞ പ്രദേശമാണ് ഈ കൊടി നിൽക്കുന്നതോടെ. അതുകൊണ്ട് നനച്ചു. ഇതിപ്പോ എന്നാടി വരും? എത്ര അടി വരുന്നുണ്ട് ഇത്? ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 5 അടി 6 അടി അടുത്തേ വരുന്നുള്ളൂ. ഈ സ്പേസിങ് പോരാ. ഇപ്പൊ നമ്മൾ മുരിക്കാൻ കൊടുക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ചായവ് പടിഞ്ഞാറൻ ചായവ് ആയതുകൊണ്ടും അത്രയും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇത് കുറച്ചും കൂടി ഒരു ക്ലോസ്ലി ലാർജ് സ്കെയില് ലെവലായിട്ട് കിടക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 അടിക്ക് തന്നെ വെക്കണം. നമ്മുടെ താങ്ങാലൊക്കെ കൊടുക്കുന്നത് ഇനിയിപ്പോ ആരും മുരിക്കാലൊന്നും താങ്ങാൽ ചെയ്യാനുള്ള സാധ്യതയില്ല. നമ്മളിതിപ്പോ എത്ര ഐറ്റം ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ? ഇതിലിപ്പോ മെയിൻ ആയിട്ട് ഒരു 4 ഐറ്റം 5 ഐറ്റം ആണ് ഇതിനകത്ത് ചെയ്യുന്നത്. വട്ടമുണ്ടി, നീലമുണ്ടി, കരിമുണ്ട, അതേപോലെ തന്നെ മലമുണ്ടി,
പിന്നെ പന്നിയൂർ വൺ, അത്ര ഐറ്റംസ് ആണ് ഇപ്പൊ ഇതിപ്പം തോമസ് ഈ പഴയ അത് പണ്ട് കാലം തൊട്ടേ ഉള്ള ഇനങ്ങളാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ പുതിയ ഇനങ്ങളായ ഒത്തിരി പുതിയ ഇനങ്ങൾ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് തോമസ് എപ്പോഴും ഒരു പഴയ സാധനങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ അങ്ങനെ? അത് എന്ന് വെച്ചാൽ നമുക്കൊരു എന്താണ് പുതിയതായിട്ട് കൃഷി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പൊ കരിമുണ്ടയുടെ അത്രയും ലിറ്റർ വെയിറ്റ് കിട്ടുന്ന ഒരു മുളക് നമുക്ക് അത്ര പറയാനില്ല. അപ്പൊ എന്ന് വെച്ചാൽ ഇതിങ്ങനെ പലതും പല ഐറ്റംസ് നമ്മൾ ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് ക്രോപ്പിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരുന്നില്ല. അതായത് ഇപ്പൊ ഒരു കേട് വരുന്നതായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു കൊടി പോയിട്ടുണ്ടെങ്കിൽ ഈ കൊടിയേ പോകുള്ളൂ, ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ഇനം ആയതുകൊണ്ട് അത് പോവില്ല. അതുകൊണ്ട് ഈ പഴയ ഇനങ്ങളിൽ നമുക്ക് ഈൽഡ് പ്രോമിസിംഗ് ആണല്ലോ. ഉറപ്പായിട്ട് നമുക്ക് അതായത് നമുക്കറിയാം ഈ സാധനം എങ്ങനെ കായ്ക്കുന്നുള്ളൂ. മറ്റേ നമ്മൾ ട്രയൽ ചെയ്യുന്നുണ്ട്, ജാതി ചെയ്യുന്ന പോലെ തന്നെ ട്രയൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് കേട് ശല്യം നമുക്ക് ഉണ്ടോന്നേ? കേട് കുറവാണ്, എന്നാലും നമുക്കൊരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ 10-15 വർഷമായി കഴിയുമ്പോഴാണ് പിന്നെ കേട് കാണുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഒരു 15 വർഷമൊക്കെയാണ് ശരിക്കും കൊടിയുടെ ഒരു നല്ല ആയുസ് വരുന്നത്. പിന്നെ റീപ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. പിന്നെ കൊടി അങ്ങനെ നമ്മൾ ഓവർ നിർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമില്ല. എന്നാൽ ചില കൊടികൾ അത് കഴിഞ്ഞിട്ട് നല്ല ഈൽഡ് കിട്ടും. ഈ തോമസ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു ചെടി എത്ര കിലോ കുരുമുളക് അങ്ങനെ നോക്കുന്നുണ്ടോ? അതായത് ഒരു നല്ല പ്രൊഡക്ഷൻ എത്തിയ ഒരു 5 വർഷം മുകളിലായ 5 അല്ലെങ്കിൽ ഒരു 10 വർഷമൊക്കെ ആയ കൊടികളിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാവിയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 10 കിലോ മുളകാണ് ഒരു ചെടിയാണ്. അപ്പൊ അത് അതിന്റെ പൊക്കം എന്നാ പൊക്കത്തിലേക്ക് നിർത്താൻ ആഗ്രഹിക്കുന്നത്? അത് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 24 അടി 25 അടി ഹൈറ്റ് കൊടുക്കും. കാര്യം വെച്ചാൽ നമ്മുടെ ഇപ്പൊ കിട്ടുന്ന കൊമേഴ്ഷ്യലി കിട്ടുന്ന ഏണി എന്ന് പറഞ്ഞാൽ 19 അടി 20 അടിയാണ് ഏണിയുടെ ഹൈറ്റ് വരുന്നത്. അപ്പൊ ആ ഏണിയുടെ ടോപ്പിൽ നിന്ന് ഒരാൾക്ക് കൈകൊണ്ട് എത്തി പറിക്കാൻ പറ്റുന്ന ഹൈറ്റ്. അപ്പൊ നമ്മൾ വേറെ ഏണി വെച്ചിട്ടാൻ പോകണ്ട, ലേബർ അധികം വരില്ല. ആ ഒരു കൊടിയിൽ നമ്മൾ ഒരു ഉണക്ക കുരുമുളക് നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു 6 കിലോ 7 കിലോ അത് കിട്ടുന്ന ഉറപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു സൈസിലേക്ക് കൂടി ആയി കഴിയുമ്പോൾ ഒരു 20 അടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കുറഞ്ഞ അത്രയും 5ാമത്തെ കൊല്ലാമത്തിന് കയറും. അത് നമ്മൾ കുറച്ചും കൂടെ ഇന്റൻസീവ് ആയിട്ട് നമ്മൾ സാധനങ്ങൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, അതായത് ഫോളിയർ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് നിർത്തുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഏതാ ഫോളിയർ ആപ്ലിക്കേഷൻ ആണ്? അതായത് സോയിൽ കൊടുക്കുന്ന ഏതാ നമുക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന കൊടിയുടെ ഇപ്പൊ ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് സോയിൽ ആപ്ലിക്കേഷനിൽ വരുന്നെന്നുണ്ടെങ്കിൽ ഈ പന്നിശല്യം കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കൊടിയിൽ അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് സോയിൽ ആപ്ലിക്കേഷൻ ഇപ്പൊ പതിയെ ആൾക്കാർ നിർത്തിയേക്കുവാണ്. തോമസ് നമ്മളിതിപ്പം ഇത് മലവേപ്പ് ഇത്ര മാത്രം ചെയ്തുള്ള എങ്ങനെയാ? മലവേപ്പ് ശരിക്കും ഒരു കൊമേഴ്ഷ്യൽ സ്കെയിലിൽ കൊടിക്ക് പറ്റിയൊരു ചെടിയല്ല. കാര്യം എന്ന് വെച്ചാൽ ഇത്തേല് അട്ടക്കാല് പിടുത്തം കുറവാണ്. നമ്മൾ കെട്ടി കൊടുത്തോണ്ടിരിക്കണം. കമ്പാരിറ്റീവ്ലി മുരിക്കും പയ്യാനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഡ്രോബാക്ക് ആണ്. പിന്നെ മേജർ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏരങ്ങളെല്ലാം സൈഡിലോട്ടാണ് വീശുന്നത്. സൈഡിലോട്ട് വരും. അതിപ്പോ ഇതിന്റെ ഏരം പോയേക്കുന്ന ഇത് സൈഡിലോട്ടാ വന്നേക്കുന്നത്. ഇപ്പൊ പയ്യാനിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരം ആവുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ മുകളിലോട്ടാ പോകുന്നത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഷെയ്ഡിന്റെ ഒരു വിഷയം വരില്ല. പിന്നെ ഇതിനിപ്പോ കേട് കൂടുതലാണ്. കേട് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത് കട്ടിയില്ലാത്ത ഈ സോഫ്റ്റ് വുഡ് മരം ആയതുകൊണ്ട് ഇതിങ്ങനെ പിടിച്ച് ഇതുണ്ടോ ഇതിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ ആടി കഴിയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിറ്റിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പൊ ഈ കൊടി മാറിക്കഴിഞ്ഞു, ഇപ്പൊ കൊടി പോയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ നിന്നാല് ഇതിന്റെ ചോട്ടി വെള്ളം ഇറങ്ങി ഇത് ചീഞ്ഞു പോകും, ഉണങ്ങിപ്പോവും, ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോവും. അപ്പം ഈ കുരുമുളകിനെ ഒരിക്കലും ഈ മലവേപ്പ് താങ്ങാനായിട്ട് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, കൊള്ളില്ല. ഇപ്പൊ നമ്മൾ പയ്യാനിയാണെങ്കിൽ പോലും നമ്മളൊരു 7 അടിക്ക് ഇതിപ്പോ 7 അടിക്ക് നമ്മൾ പ്ലാന്റ് ചെയ്തതാ. പക്ഷെ എന്ന് വെച്ചാൽ ഇതിന് പറ്റിയ സ്പേസിങ് അല്ല, മലവേപ്പിന് പറ്റിയ സ്പേസിങ് അല്ല. ആ സമയത്ത് പയ്യാനിയെ നമ്മൾ ചിലപ്പോൾ 7 അടിക്ക് ഇട്ടാലും കൊടി കുറച്ചുകൊണ്ട് കയറിപ്പോരും. കാര്യം ഇതിന് സൈഡിലേക്ക് കയറാൻ അധികം അങ്ങനെ പോകുന്നില്ലാത്തതുകൊണ്ട് കയറിപ്പോരും. ഇതിപ്പോ നമുക്ക് എത്ര കൊല്ലം പ്രായമായതാ? ഇതിപ്പോ നമുക്കൊരു 3 വർഷം മുകളിലായിട്ടുണ്ട്, പ്രായമായിട്ടുണ്ട്. ഇതിപ്പോ നമ്മളിങ്ങനെ വെട്ടി കളഞ്ഞ് നിർത്തിയേക്കുന്നോണ്ടാണ് ഈ വണ്ണത്തെ തന്നെ നിൽക്കുന്നത്. ഇത് കാറ്റ് പിടിച്ച് വളഞ്ഞു പോകുന്ന ഒരു കംപ്ലൈന്റ് ആൾക്കാർ പറഞ്ഞത്. ഇത് ഭയങ്കരമായിട്ട് വളഞ്ഞു പോകും. ഇതിപ്പോ ഇതിന്റെയൊക്കെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ടോപ്പ് ഷൂട്ട് നേരെ നിന്ന് ഷൂട്ട് നിർത്തിയതാ, പക്ഷെ അത് കാറ്റ് പിടിച്ച് വളച്ച് കളഞ്ഞ് വെച്ചേക്കുന്ന. ഇത് അതുകൊണ്ട് നമ്മൾ മുറിച്ച് നിർത്തണം. നമുക്ക് എപ്പോഴും മുറിച്ച് നിർത്തണം. നല്ല കാറ്റ് വരുമ്പോഴത്തേക്ക് അതൊരു വലിയ വിഷയമാണ്. അപ്പൊ നമ്മളിത് വട്ടം മുറിച്ച് നിർത്തിയേക്കുന്നതിന്റെ കാര്യം. കൊടിക്കൃഷിക്ക് ഈ പറഞ്ഞ മലവേപ്പ് ഒട്ടും ഒരു നല്ലൊരു താങ്ങുമരമല്ല. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് ചെയ്താൽ മതി. ഇപ്പോ ഇത് കഴിഞ്ഞിട്ട് ഭാവിയിലേക്ക് മരത്തിന് വിലയില്ലാന്ന് ഓർത്തിട്ടാണെങ്കിൽ മട്ടി ചെയ്താൽ മതി. ഇല്ലെങ്കിൽ പയ്യാനി തന്നെയാണ് ഏറ്റവും നല്ലത്. ഇത് പിന്നെ പയ്യാനിയുടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഇപ്പൊ ഒരു ഇല പൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് ചുമ്മാ പ്ലെയിൻ ആയിട്ട് നിൽക്കും. പയ്യാനിയുടെ ഇല പൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കണ്ണ് പോലെ ഇങ്ങനെ ഒരു പൊത്ത് പോലെ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് അട്ടക്കാല് പിടുത്തം കൂടുതലായിരിക്കും. അങ്ങനെ ഗുണമുണ്ട്. ഇപ്പം നമ്മൾ പ്ലാന്റേഷൻ ക്രോപ്പുകളുടെ ഒരു ചെറിയ കൺസൾട്ടേഷൻ പോലെ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഈ
ജാതി കൃഷിയിലേക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് ഒരു ഗ്രാസ് റൂട്ട് ലെവൽ പ്രോഗ്രാം പോലെ നമ്മുടെ ഒരു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ ദ നട്ട്മെക്മാൻ എന്ന് പറഞ്ഞ നമ്മുടെ പേജിൽ നമ്മൾ അതിൻ്റെ പ്ലാന്റിങ് തൊട്ട് അതിൻ്റെ ഈൽഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്.